കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കാലങ്ങളിൽ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കർത്തൃകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കുന്ന അനുഗ്രഹീതനായ ദൈവഭൃത്യനാണ് ബ്രദർ സുരേഷ് ബാബു. നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന അനുഗ്രഹീതമായ അനേക പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും അദ്ദേഹം ഇവിടെ കടന്നു വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ രാത്രി ദൈവം ഉപയോഗിച്ചു, അതിലും ശക്തമായി ഇന്ന് രാത്രി ഉപയോഗിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടി മുമ്പോട്ട് ക്ഷണിക്കുന്നു. എല്ലാവരും കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ ദാസനെ വെൽക്കം ചെയ്താട്ട്. കർത്താവ് വീണ്ടും വരുന്നവനായ കർത്താവ് യേശുവിന്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല രാത്രി വീണ്ടും ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തെ സ്തുതിക്കുന്ന പാസ്റ്റർ ഷിബി, പാസ്റ്റർ ഐസക് ചെറിയ, സ്തോത്രം. ഈ വേദിയിലായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓടിക്കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ ജനം, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലും വീണ്ടും ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയാക്കി കർത്താവ് നമ്മുടെ ജീവിതത്തെ തീർക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കുറേ നേരമായി നാം ഇരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നൽകുക. കുറേ നേരമായി നാം ഇരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നൽകുക. താങ്ക് യു ജീസസ്. എല്ലാവരും കഴിവുള്ളവർ മാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നതിനേക്കാൾ, ഹോസ്പിറ്റൽ വരാന്തകളിൽ നിൽക്കുന്നതിനേക്കാൾ, കോടതി വരാന്തകളിൽ നിൽക്കുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഈ രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. കണ്ണുകളെ അടച്ച് അധരങ്ങളെ തുറന്ന് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്. പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് രാത്രിയിലും യേശുവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നമ്മുടെ മധ്യത്തിൽ ചരിക്കുന്നു. നമ്മെ ഒരുമിച്ച് ദൈവം അനുഗ്രഹിപ്പാൻ പോകുകയാണ്. നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. കമാൻ, എല്ലാവരും ചേർന്ന് ആ ശബ്ദം ഉയരട്ടെ. ശക്തിയോടെ സ്തോത്രം പറയേണ്ടവർ സ്തോത്രം പറയട്ടെ. ഹല്ലേലൂയ പറയേണ്ടവർ ഹല്ലേലൂയ പറയട്ടെ. എല്ലാവരും ചേർന്ന് കണ്ണുകൾ അടച്ച് നിർബന്ധമായി കണ്ണുകൾ അടച്ച് അധരങ്ങളെ തുറന്ന്, നിർബന്ധമായി കണ്ണുകൾ അടച്ച് അധരങ്ങളെ തുറന്ന് എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവ് നൽകുന്ന വിടുതലിനായി സ്തോത്രം. ഈ രാത്രിയിലും ആത്മാക്കൾ രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രിയും വ്യക്തികളും കുടുംബങ്ങളും സ്നാനത്തിന് വേണ്ടി വേർതിരിയും. ഇന്ന് രാത്രിയും നുഖങ്ങൾ തകരും. ഇന്ന് രാത്രി പിശാചിന്റെ ചങ്ങലകൾ ഉടയും. ശാപങ്ങൾ പരിശുദ്ധാത്മാവിന്റെ തീയിൽ യേശുവിന്റെ നാമത്തിന് മഹത്വത്തിന് ഉരുകി മാറും. ദൈവത്തിന്റെ വിലയേറിയ വിടുതൽ വെളിപ്പെടും. താങ്ക് യു ജീസസ്. ലെറ്റ് ദ അനോയിന്റിംഗ് ബ്രേക്ക് യുവർ യോക്ക്. അഭിഷേകം നുഖങ്ങളെ തകർക്കട്ടെ. അഭിഷേകം നുഖങ്ങളെ തകർക്കട്ടെ. അഭിഷേകം നുഖങ്ങളെ തകർക്കട്ടെ. കമോൺ, ശബ്ദം ഉയർത്തി എല്ലാവരും അന്യ ഭാഷകളിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. നിങ്ങളുടെ സ്വരം നിങ്ങൾ തന്നെ കേൾക്കണം. ശബ്ദം ഉയർത്തി. God dwells over the praises of his people. ദൈവം സ്തുതികളുടെ മധ്യത്തിൽ അധിവസിക്കുന്നവനാണ്. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ സ്തുതിച്ചാട്. സ്വർഗം തുറക്കുന്നു, പാതാളം വിറയ്ക്കുന്നു. സ്വർഗം തുറക്കുന്നു, പാതാളം വിറയ്ക്കുന്നു. ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഇതാ ഗ്രൗണ്ടിൽ വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കൂട്ടിൽ നിന്ന് തുറന്നു വിടപ്പെട്ട സിംഹത്തെ പോലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ഈ ജനത്തെ തൊടുവാൻ പോകുന്നു, വിടിവിപ്പാൻ പോകുന്നു. എല്ലാ കുറുക്കൻ പടകൾ പോലെയുള്ള അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി ചിതറി ഓടുകയാണ്. വിടുതൽ വ്യാപരിക്കുന്നത്. വിടുതലിനായി സ്തോത്രം, വിടുതലിനായി സ്തോത്രം, വിടുതലിനായി സ്തോത്രം. നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. സഹോദരന്മാരോട് ചേർന്ന് പാടുക. നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും
ഉയർത്തി ഒരിക്കൽ കൂടെ രക്ഷിക്കപ്പെട്ടവരുടെ ശബ്ദമുയരട്ടെ. മോചനം വീണ്ടും ജനനവും നിജമായി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ വന്നു മോചനം വീണ്ടും ജനനം, മോചനം വീണ്ടും ജനനം നിജമായി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ വന്നു അതുകൊണ്ട് ഞാൻ രണ്ട് കരങ്ങൾ ഉയർത്തി ദൂതന്മാരോട് ചേർന്ന് കരങ്ങളും ഉയർത്തി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് കമോൺ. ആരാ സ്തുതിച്ച് നിർത്തിയത്? സ്തുതിച്ച് തുടർന്നാണ് ശക്തിയോടെ, ജയത്തോടെ, വിടുതലോടെ, സന്തോഷത്തോടെ,
ജീവനുള്ളതൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുന്നോട്ടെ. നല്ലവനും വിശ്വസനും വാക്കുമാറാത്തവനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരപ്പന്റെ മക്കളെ പോലെ, ഒരു കുടുംബത്തിനെ അംഗങ്ങളെ പോലെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതായ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അങ്ങ് വാഗ്ദത്ത പ്രകാരം ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ള കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിന്റെ ജനത്തോട് അവിടുന്ന് സംസാരിക്കും. കാദേശ് മരുവിനെ നടുക്കുന്ന, വനങ്ങളെ തോലുരിപ്പിക്കുമാറാക്കുന്ന, മാൻകുട്ടികളെ പ്രസവിക്കുമാറാക്കുന്ന, രക്ഷിക്കുന്ന, വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം അതിന്റെ ശക്തിയോടും വിടുതലോടും കൂടെ ഈ അന്തരീക്ഷത്തിൽ നിറയുമാറാകട്ടെ. വചനം ശോഭിക്കാതെ ഹൃദയ കണ്ണുകളെ കുരുടാക്കുന്ന ഈ ലോകത്തിലെ ധീയമായ സാത്താന്റെ സകല ക്രിയകളെ ഉയർത്തെഴുന്നേറ്റ നസ്രേന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിച്ച് ജയമെടുക്കുന്നു. സ്വർഗ്ഗ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്ന് കഴിഞ്ഞ കൃപയ്ക്കായി സ്തോത്രം. ദൈവദൂതന്മാർ ഇറങ്ങി നിൽക്കുന്ന കൃപയ്ക്കായി നന്ദി. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ശക്തമായി പ്രകടമാകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോ കുറയണം, അങ്ങ് ഞങ്ങളിൽ വളരണം. ഈ രാത്രിയിലും ആത്മാക്കൾ വിടുവിക്കപ്പെടണം. യേശുവിന്റെ നാമം മാത്രം മഹത്വമെടുക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. രണ്ട് കരങ്ങളെ ഉയർത്തി, ആ കരങ്ങളെ വീശി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടെ എല്ലാവരും ചേർന്ന് പ്രതീക്ഷയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ദൈവത്തിന്റെ ജനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തോമസ് കുട്ടി ബ്രദറിനായി, ടിറ്റി ബ്രദറിനായി, സണ്ണി ഇട്ടിക്കായി, അങ്ങനെ എനിക്ക് എടുത്തു പറയത്തക്ക ധാരാളം ദൈവ മക്കളുണ്ട്. എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഡോക്ടർ ഐസക് ചെറിയാൻ 1997 മുതൽ 21.5 വർഷം മുമ്പ് അവർ ന്യൂയോർക്കിലായിരിക്കുമ്പോൾ ഒരുമിച്ച് അനേക വേദികൾ ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ ചെയ്തു. സ്തോത്രം. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഫാമിലി കോൺഫറൻസിന് സൂസൻ ആൻറ്റി പ്രസംഗിക്കേണ്ട സമയം പോലും എനിക്ക് തന്നത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് 2:4 സൂസൻ ആൻറ്റി ഒരിക്കൽ കൂടെ വായിച്ച് ധ്യാനിക്കുന്ന നല്ലതാണ്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇറ്റ്സ് സച്ച് എ ബ്ലെസ്സിംഗ് ടു മീ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. കേരളത്തിൽ ഞാനില്ല. കേരളത്തിൽ പ്രസംഗിക്കുന്നതായ ആ പഞ്ച് ഞാൻ മറന്നു. കാരണം എൻ്റെ പാഷൻ നോർത്ത് ഇന്ത്യയിലാണ്. പക്ഷേ പത്തനാപുരത്ത് 2 മീറ്റിംഗ് സ്തോത്രം. അതെ, സ്തോത്രം അറിഞ്ഞോ അറിയാതെ ആയിപ്പോയി. പാസ്റ്റർ ആൻ്റണിയായത് വളരെ താഴ്മയോടെ ഞാൻ പറഞ്ഞു, മറ്റേ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യ്. അദ്ദേഹം വളരെ താഴ്മയും സ്നേഹമുള്ള ദൈവദാസനാണ്. മാറിയില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ജയിച്ചു, എൻ്റെ വിശ്വാസം തോറ്റു. അതുകൊണ്ട് ഫെബ്രുവരി 14, 15, 16 സ്തോത്രം. അതെ, അസംബ്ലീസ് ഓഫ് ഗോഡ് സെക്ഷൻ പത്തനാപുരം കൺവെൻഷന് ഞാൻ കടന്നു വരും. സ്തോത്രം. നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. കണ്ടോ, ബാക്കിയുള്ള ആരും മിണ്ടുന്നില്ല. ചച്ചക്കോടായിരിക്കും, IPC ആയിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും. സന്തോഷമുള്ളവർ, അസൂയയില്ലാത്തവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് കടന്നു വരിക. യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടതായ സ്തോത്രം 2 കാരണങ്ങളാണ് ഇന്നലെ ഇന്നും ദൈവത്തിൻ്റെ കൃപയാൽ നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത്. യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ട രണ്ടാമത്തെ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഗലാത്യർക്കർ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. വിശുദ്ധ പൗലോസ് ഗലാത്യർക്കർ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ആരും ആമേൻ പറയാത്തത് കൊണ്ട്, ആരും സ്തോത്രം പറയാത്തത് കൊണ്ട് ഒരിക്കൽ കൂടെ വായിക്കട്ടെ. 13-14 വാക്യങ്ങൾ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങി. എന്തിന്? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. മോനെ, ആ ചെയർ എടുത്തിട്ട് ഇരുന്ന് പ്ലേ ചെയ്യ്. ഞാൻ കഠിനനായ യജമാനനല്ല. എൻ്റെ ശരീരം ചെറുതെങ്കിലും ഹൃദയം ഒത്തിരി വലുതാണ്. താങ്ക് യു. ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അത് കർത്താവ് കേട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കരങ്ങളെ ഉയർത്തി എല്ലാവരും ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ചവനായ ദൈവം, സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്തവനായ ദൈവം, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം കാല സമ്പൂർണതയെങ്കിൽ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. മതം സ്ഥാപിപ്പാൻ അല്ല, മഹാന്മാരുടെ ഇടയിൽ പേരെടുപ്പാനല്ല, അത്ഭുതം ചെയ്ത് ഷൈൻ ചെയ്യാനല്ല അവൻ കടന്നു വന്നത്. ദാറ്റ് വാസ് ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം യേശു മനുഷ്യന് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. യേശു ഈ ലോകത്തിൽ കാല് ചവിട്ടിയതും ചരിത്ര BC എന്നും AD എന്നും രണ്ടായി വിഭജിക്കപ്പെടുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ് അവൻ ഈ ലോകത്തിൽ കടന്നു വന്നത്? നമ്മുടെ പാപങ്ങളും നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായി. നമ്മുടെ രോഗങ്ങളെ ഏറ്റെടുക്കുവാൻ അവൻ പ്രത്യക്ഷനായി. നമ്മുടെ ദുഃഖങ്ങളെ ചുമക്കുവാൻ, നമ്മുടെ ബലഹീനതകളെ വഹിക്കുവാൻ തിരുവചന പ്രകാരം സകല പ്രവാചകന്മാർ തന്നെ കുറിച്ച് എണ്ണി എഴുതിയതായ സകല വചനത്തെ നിവർത്തിയാക്കുവാൻ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. പുതിയ നിയമത്തിന്റെ പുരോഹിതന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിപ്പാൻ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. തന്റെ വിശുദ്ധ രക്തം ചൊരിഞ്ഞ് വിടുതൽ കൊണ്ടുവരുവാൻ യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു എന്നിത്യാദി 22-ലധികം കാരണങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ 2 കാര്യങ്ങൾ പറയുന്നു. സ്തോത്രം. പ്രധാനമായ ഒരു വിഷയത്തെ അവിടെ സംസാരിക്കുന്നു. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്നതുപോലെ ഒരു വശത്ത് ശാപവും മറുവശത്ത് അനുഗ്രഹവും. ഒരു പക്ഷിയുടെ 2 ചിറക് എന്നതുപോലെ ഒരു വശത്ത് അനുഗ്രഹവും മറുവശത്ത് ശാപവും. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി വെളിപ്പെട്ടത്, പ്രിയ സഹോദരങ്ങളെ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് സ്തോത്രം നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ, പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സകല ശാപങ്ങളിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ യേശു ജഡത്തിൽ വെളിപ്പെടുകയുണ്ടായി. 90കളുടെ മധ്യപകുതി തുടങ്ങി സ്തോത്രം കുറെ വർഷങ്ങൾ തന്നെ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ വിവാദമായി നിന്നത് സ്തോത്രം അതെ ഉമ്മൻചാണ്ടിയുടെ സോളാർ സ്കാമ്പല്ല, അല്ലെങ്കിൽ സോളാർ വിവാദമല്ല, മറ്റേതെങ്കിലും പിണറായിയുടെ ലാവിലിൻ കേസല്ല. ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് പെന്തിക്കോസുകാർ ഏറ്റവും കൂടുതൽ വിവാദമായി സ്തോത്രം ചർച്ച ചെയ്ത കാര്യമാണ് ശാപമുണ്ടോ, ശാപം നിലനിൽക്കുമോ. എന്നാൽ ഇന്ന് രാത്രി ആ ദൈവദാസനും മറ്റേ ദൈവദാസനും പറഞ്ഞതല്ല എനിക്ക് പറയാനുള്ളത്. ഇന്ന് രാത്രി സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം എന്താണോ വിളിച്ചു പറയുന്നത്? വേദപുസ്തകം പറയുന്നു ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെടുകയുണ്ടായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ഒരു ദൈവത്തിന്റെ പൈതൽ ആയിത്തീർന്നാൽ നീ പിന്നെ പിശാചിന്റെ ചവറ്റുകൊട്ട അല്ല, നീ സാത്താന്റെ ചവറ്റുകൊട്ട അല്ല. അങ്ങനെയെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന ശാപങ്ങളെ നിന്റെ മേൽ വലിച്ചെറിയാ. നീ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്, നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്. അണഞ്ഞിരിക്കുന്ന പെന്തിക്കോസുകാരന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ജ്വലിക്കുന്ന പെന്തിക്കോസുകാരന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ജ്വലിക്കുന്ന വിളക്കിൽ ഈച്ചയ്ക്ക് ഇരിക്കാൻ കഴിയാത്തതുപോലെ, ജ്വലിക്കുന്ന വിളക്കിൽ ഒരു ഈച്ചയ്ക്ക് വന്നിരിക്കാൻ കഴിയാത്തതുപോലെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് ഞായറാഴ്ച മാത്രമല്ല ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഒരിക്കലും 7 അയലത്ത് ശാപത്തിന് തൊടുവാൻ കഴിയത്തില്ല. പകരം നീ അനുഗ്രഹിക്കപ്പെട്ടവനത്രേ. അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് ഉത്തമ ബോധ്യമുള്ളവർ കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രിയിലും ദൈവത്തെ സ്തുതിച്ചാട്ടെ. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഹോരേബ് പർവ്വതത്തിൽ, അതിന്റെ മറ്റൊരു പേരാണ് സീനായി മലയിൽ, ദൈവമായ കർത്താവ് ഇസ്രായേലിനോട് സംസാരിപ്പാൻ ഇറങ്ങി നിന്നു. ആവർത്തന പുസ്തകം 28:1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അനുഗ്രഹ വചനങ്ങളെ പറഞ്ഞു. തുറന്നുള്ളതായ ദീർഘമായ ഭാഗത്ത് ദൈവം ശാപവും പറയുകയുണ്ടായി. 28:1 പറയുന്നു, ഈ ന്യായപ്രമാണത്തിന്റെ വചനത്തെ നീ അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും നിനക്ക് സിദ്ധിക്കും. ഓട്ടോറിക്ഷ ഏത് തെരുവിലും നിന്ന് വളയും, പക്ഷേ ട്രെയിൻ അങ്ങനെ തിരിയത്തില്ല. ട്രെയിൻ ട്രാക്കിലേ നിൽക്കത്തുള്ളൂ. ട്രാക്കിൽ നിൽക്കുന്ന ട്രെയിനിനെ പോലെ ഇന്ന് രാത്രി ദൈവ പൈതൽ നിൽക്കുന്നത് ചർച്ചിന്റെ ബയലയിലല്ല, ദൈവത്തിന്റെ ജീവന്റെ വചനത്തിൽ അത്രേ.
ഈ വചനം കേൾക്കാനുള്ളതല്ല, ഈ വചനം പാലിക്കാനുള്ളതാണ്, അനുസരിക്കാനുള്ളതാണ്. ഈ വചന പ്രകാരം നീ ജീവിച്ചാൽ, നിന്റെ ജീവിതം ക്രമീകരിച്ചാൽ, പെയ്തിറങ്ങുന്ന ഇടവപ്പാതി പോലെ, തുലാവർഷം പോലെ ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നിനു പിറകെ ഒന്നായി നിന്നിലേക്കും നിന്റെ സന്തതിയിലേക്കും പെയ്തിറങ്ങുമെന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ അതേ സമയത്ത് ശാപമുണ്ടോ? ദൈവമുള്ളതുപോലെ പിശാചുണ്ടല്ലോ, അനുഗ്രഹമുള്ളതുപോലെ ശാപവുമുണ്ട്. സ്വർഗമുണ്ടെങ്കിൽ നരകവുമുണ്ടെന്നതുപോലെ അനുഗ്രഹമുള്ളതുപോലെ ശാപവുമുണ്ട്. എന്നാൽ തിരുവചനം പറയുന്നു, if there is a cause there will be a curse. ഒരു കാരണമുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ശാപം മനുഷ്യ ജീവിതത്തിൽ ഭവിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഈ ഭൂമിയിൽ വെച്ച് പാപം ചെയ്തപ്പോൾ, മനുഷ്യൻ ഈ ഭൂമിയാകുന്ന പ്ലാറ്റ്ഫോമിൽ വെച്ച് പാപം ചെയ്തതുകൊണ്ട്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഈ ഭൂമിയിൽ വെച്ച് നീ പാപം ചെയ്തതുകൊണ്ട് ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, പറക്കാരയും മുള്ളും വളരും. മുള്ള് അത് ശാപത്തെ കുറിക്കുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. മുള്ള് അത് ശാപത്തെ കുറിക്കുന്നു. ആ മുള്ളിന് എന്താ സംഭവിച്ചത്? ഇന്ന് രാത്രി പുതുവലിൽ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തിയുടെ മേലും, ഒരു കുടുംബത്തിന്റെ മേലും, ഒരു വിശ്വാസിയുടെ മേലും, ഒരു ദൈവദാസന്റെ മേലും ഒരു ശാപം ഇരിക്കാതിരിക്കേണ്ടതിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു ആ മുൾക്കിരീടം ഏറ്റെടുക്കുകയുണ്ടായി. ആമേൻ. സ്തോത്രം. ചരിത്രം പറയുന്നു, യേശുവിന്റെ ക്രൂശിലെ മരണത്തിന് മുൻപ് നൂറുകണക്കിന് വ്യക്തികൾ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. യേശു കർത്താവിന്റെ ക്രൂശിലെ മരണത്തിന് ശേഷവും ആയിരങ്ങൾ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. യേശുവിന്റെ കൂടെ 2 പേർ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. യേശുവിന് മുൻപ്, യേശുവിനോട് കൂടെ, യേശുവിന് ശേഷം ആയിരങ്ങൾ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ആരുടെയും തലയിൽ മുൾക്കിരീടം ഇല്ല. എന്നാൽ യോഹന്നാൻ 19:1 പറയുന്നു, യേശുവിന്റെ തലയിൽ മാത്രം മുൾക്കിരീടം. കർത്താവ് യേശുവിന്റെ തലയിൽ മാത്രം മുൾക്കിരീടം. ഇന്ന് രാത്രി നീ കത്തോലിക്കനായിരിക്കട്ടെ, നീ ഓർത്തഡോക്സ് ആകട്ടെ, നീ പെന്തിക്കോസുകാരനാകട്ടെ, ശ്രദ്ധിച്ചു കേൾക്ക്. ഒരു ശാപവും നിന്റെ മേൽ കൂട് കെട്ടാതിരിക്കേണ്ടതിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് മുൾക്കിരീടം ഏറ്റെടുത്തു. അർത്ഥം, നിന്റെ ശാപത്തെ യേശു ചുമന്നു. നിന്റെ ശാപത്തെ യേശു ചുമന്നത് കൊണ്ട് ഒരു മനുഷ്യന്, ഒരു ഭൂതത്തിന്, ഒരു മന്ത്രവാദിക്ക് നിന്നെ ഇന്ന് രാത്രി ശപിപ്പാൻ കഴിയത്തില്ല. അനുഗ്രഹം പ്രാപിപ്പാൻ, അനുഗ്രഹം ചുമന്ന് നടക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നാൽ ഈ നല്ല ഗ്രൗണ്ട് ഒരു തടാകമാണെന്ന് ചിന്തിക്ക്. ആ തടാകത്തിൽ നിറയെ വെള്ളമാണ്. ഒരു പക്ഷി ഇതാ താണ് പറക്കുന്നു. ആ പക്ഷിക്ക് വന്നിരിക്കണമെന്നുണ്ട്, വെള്ളമായതുകൊണ്ട് ഇരിപ്പാൻ കഴിയുന്നില്ല. പക്ഷെ ഇതാണ്ട് ഒരു സസ്യം വളർന്നു നിൽക്കുകയാണ്. ആ ചെടിയിൽ വന്നിരിക്കുന്നത് പോലെ ഒരു പക്ഷിക്ക് ഒരു ചെടിയിൽ വന്നിരിപ്പാൻ കഴിയും, ഒരു സസ്യത്തിൽ വന്നിരിപ്പാൻ കഴിയുമെന്നതുപോലെ നിന്റെ ജീവിതത്തിൽ നീ 4ാം തലമുറ പെന്തിക്കോസായിരിക്കാം, 2ാം തലമുറ പെന്തിക്കോസായിരിക്കാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യമുണ്ടെങ്കിൽ, ഈ കസേര ഇട്ടുകൊടുത്തതുപോലെ ശാപത്തിന് വന്നിരിപ്പാൻ ഒരു കാര്യമുണ്ടെങ്കിൽ, ഒരു കാരണമുണ്ടെങ്കിൽ മറക്കരുത്, നീ ശേഷം ജാതിയെ പോലെയാണ്. ഈ തലമുറ, സ്തോത്രം, തലമുറമായി ഇന്നാളുകൾ ദൈവത്തിന്റെ സഭ എന്തിയെ എന്ന് ചോദിക്കേണ്ടി വന്നിരിക്കുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ കൂടെ പറയട്ടെ, തലമുറയായും പാരമ്പര്യമായും ദൈവത്തിന്റെ സഭ എന്തിയെന്ന് ചോദിക്കേണ്ട ഗതികേടിൽ ഈ കാലഘട്ടം വന്നിരിക്കുകയാണ്. കാരണം ചന്തയിലുള്ളത് തന്നെ സഭയിലുണ്ട്, നാട്ടിലുള്ളത് തന്നെ സഭയിലുണ്ട്, ജാതികൾ ഉള്ളത് തന്നെ കുറച്ചുകൂടെ ആരോഗ്യത്തോടെ സഭയിലിരിക്കുമ്പോൾ ഞായറാഴ്ച വന്നു കയറുന്നതല്ല ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്നതല്ല ദൈവസഭ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ സഭ. If there is a cause, there will be a curse. ഒരു കാര്യമുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ശാപമുണ്ട്. വേദപുസ്തകം പറയുന്നു, കാരണം കൂടാത്ത ശാപം ഫലിക്കയില്ല. കാരണം ഉണ്ടെങ്കിൽ ഫലിക്കുമെന്ന് സാരം. കാരണം കൂടാത്ത ശാപം ഫലിക്കയില്ല, കാരണമുണ്ടെങ്കിൽ ശാപം ഫലിക്കും. ഇന്ന് രാത്രി കാരണമുണ്ടോ? 4 കാരണങ്ങൾ മേജർലി പറഞ്ഞ്, പ്രധാനമായിട്ടുള്ള 4 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് പിരിയാം. ഒന്നാമതായി എന്താണ് സ്തോത്രം ശാപം വന്നിരിപ്പാൻ സാധ്യതയുള്ളതായ ഒന്നാമത്തെ കാര്യം? കടന്നു വരിക പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഈ മീറ്റിംഗ് ഇതുപോലെ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ഉള്ളതായ ഒരു സ്ഥലത്ത്, സ്തോത്രം, അതെ, ഒരു പ്രശ്നമുള്ള സ്ഥലത്ത് എഴുതി കൊടുത്തപ്പോൾ അടുത്ത പാസ്റ്റർ പറഞ്ഞു വായിക്കാൻ പറ്റത്തില്ല, കാരണം അടികൊള്ളുമെന്ന്. ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വണ്ടി ഓടിച്ചു വന്നത് തിരിച്ചു പോകാൻ
ആകാമെന്ന് വിചാരിച്ചിട്ടല്ല, സുവിശേഷ വേല ചെയ്യാമെന്ന് ജീവിക്കാൻ ഇറങ്ങിയവനല്ല ഞാൻ, സുവിശേഷത്തിന് വേണ്ടി ചാകാൻ ഇറങ്ങിയവനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പുറപ്പാട് എല്ലാവരും തുറക്കണം. പുറപ്പാട് 20 1 മുതൽ 4 വരെ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് കേട്ടിരുന്നാട്ടെ. ദൈവം ഈ വചനമൊക്കെയും ആരലും ചെയ്ത് അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകല്ല. ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകല്ല. തമ്പുരാനെ മിണ്ടുന്നില്ലല്ലോ, ഇത്രയും പേടിയുണ്ടോ? ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകല്ലേ. അടുത്തതാണ് പ്രധാനം, 4ാം വാക്യം. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. കമോൺ, സ്തോത്രം. ഒരു വിഗ്രഹവും ഉണ്ടാക്കല്ല. ധൈര്യം ഉണ്ടാവാ വായിക്കാൻ. ഈ തലമുറയിൽ സ്തോത്രം കേരളം കത്തിക്കുമെന്ന് വെല്ലുവിളിക്കുന്നതായ ദുർഭൂത ശക്തികൾ തടകുടഞ്ഞെഴുന്നേറ്റിരിക്കുമ്പോൾ സത്യസുവിശേഷം പറയാൻ നാട്ടിലുള്ള ആരെങ്കിലും ഈ പന്തന് കീഴിലുണ്ടോ? 4ാം വാക്യം. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിൽ എങ്കിലും ഭൂമിക്ക് താഴെ വെള്ളത്തിൽ എങ്കിലും യാതൊന്നിന്റെയും പ്രതിമ അരുത്. അതിനെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവം ആകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ ദൈവം അകൃത്യം 3ാമത്തെയും 4ാമത്തെയും തലമുറ വരെ മക്കളിൽ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ ദയ കാണിക്കുകയും ചെയ്യും. 1000 തലമുറ വരെ ദയ കാണിക്കുമെന്ന് അരുൾ ചെയ്ത ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. മേലെ സ്വർഗത്തിൽ താഴെ ഭൂമിയിൽ ഭൂമിക്ക് താഴെ സമുദ്രത്തിലുള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത്. കാരണം ദൈവം തേജോമയനായ ദൈവമാണ്. തേജോമയനാണ് ദൈവം. ദൈവം പക്ഷിയല്ല, ദൈവം മൃഗമല്ല, ദൈവം അമ്മച്ചിയല്ല, ദൈവം അപ്പച്ചനല്ല. ദൈവം ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് അവനെ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നത്. ദൈവം ഒരു സൃഷ്ടി അല്ല, ദൈവം സൃഷ്ടി കർത്താവാണ്. ഞാൻ ദൈവത്തെ ചുമക്കുകയല്ല, ദൈവം എന്നെ ചുമക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തെ സൂക്ഷിക്കുകയല്ല, ദൈവം എന്നെ സൂക്ഷിക്കുകയാണ്. ഓ കമാൻ 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 കമാൻ. എൻ്റെ ദൈവം ജീവിക്കുന്നു. എൻ്റെ ദൈവത്തെ ഞാൻ തൊട്ടാൽ എൻ്റെ ദൈവം അശുദ്ധനാകത്തില്ല. മനസ്സിലായവർ സ്തോത്രം പറഞ്ഞോട്ടെ. എൻ്റെ ദൈവത്തെ ആരെങ്കിലും കയറി തൊട്ടാൽ എൻ്റെ ദൈവം അശുദ്ധനാകയില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രക്തസ്രവക്കാരിയായ പെൺകുട്ടി, ഒരു രക്തസ്രവക്കാരിയായ സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. കേരളത്തിൽ നിന്ന് എല്ലാ ചാനൽ ചർച്ച രക്തസ്രവമാണ് മുഖ്യ വിഷയം. എന്നാൽ യേശുവിന്റെ അടുക്കിലേക്ക് രക്തസ്രവക്കാരിയായ ഒരു പെണ്ണും പിള്ള വരികയാണ്. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് യേശു അശുദ്ധനായില്ല. സഭയെ യേശു അശുദ്ധനായില്ല. ഓ ഗ്ലോറി. യേശു അശുദ്ധനായില്ല. യേശു അവളുടെ അശുദ്ധിയല്ല യേശുവിൽ കയറിയത്. അവളുടെ അശുദ്ധിയല്ല യേശുവിൽ കയറിയത്. യേശുവിൽ നിന്ന് ശക്തി, യേശുവിൽ നിന്ന് ശക്തി അവളിലേക്ക് വ്യാപരിച്ച് അവളെ തൊട്ട് ശുദ്ധമാക്കിയെങ്കിൽ ഇന്ന് രാത്രി കേൾക്കണമേ, എന്റെ ദൈവത്തെ ഞാൻ സൂക്ഷിക്കേണ്ട കാര്യമില്ല, ദൈവം എന്നെ സൂക്ഷിക്കുന്നു. ആ ദൈവത്തെ വിട്ടിട്ട് ആ മരം ചാടി നടക്കുന്ന കുരങ്ങനാണ് ദൈവം, ആ ട്രാഫിക് ബ്ലോക്ക് ആക്കുന്ന എരുമയാണ് ദൈവം, ആ പല്ല് കൊഴിഞ്ഞ അപ്പച്ചനാണ് ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിന് വേദനയ്ക്ക്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം ദൈവമാണ്, ദൈവം ആത്മാവാണ്, ദൈവം ആത്മാവാണ്. ആത്മാവം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ഇന്ന് രാത്രി ജീവനുള്ളവൻ ആരാധിക്കട്ടെ. ജീവനുള്ള ഒരു ദൈവത്തെ സ്തുതിച്ചാൽ ആ ദൈവത്തെ ഒരു പിതാവ് സേവിക്കുമ്പോൾ, മാതാവ് സേവിക്കുമ്പോൾ 1000 തലമുറ വരെ അനുഗ്രഹിക്കപ്പെടുന്നു. ഓ ആ ദൈവത്തെ വിട്ടിട്ട് വല്ല ബിഷപ്പന്മാരെയോ വല്ല മെത്രാച്ചന്മാരെയോ വല്ല കുരിശന്മൂട്ടോ വല്ല ഏതെങ്കിലും പാരമ്പര്യമോ ദൈവത്തെ വിട്ടിട്ട് വല്ലതിലേക്കും തിരിഞ്ഞാൽ 3ാമത്തെയും 4ാമത്തെയും തലമുറ വരെ ശാപം കടന്നു വരുമെന്ന്. ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം വല്ലതിനെ
ആരാധിച്ചാൽ അവിടെ അനുഗ്രഹമല്ല വരുന്നത്, അവിടെ ശാപമാണ് വരുന്നത്. പത്രോസിനെ ആരാധിക്കാൻ വ്യവസ്ഥയില്ല, പൗലൂസിനെ ആരാധിക്കാൻ വ്യവസ്ഥയില്ല, യോസേഫിനെ ആരാധിക്കാൻ വ്യവസ്ഥയില്ല. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. അമ്മ മറിയെ ആരാധിക്കാൻ വ്യവസ്ഥയില്ല. കർത്താവായ യേശുവിനെ, പിതാവായ ദൈവത്തെ, ഓ തൃത്വത്തിൽ മൂന്നാമന പരിശുദ്ധാത്മാവിനെ, ഓ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. ആരാധന എവിടെയുണ്ടോ അവിടെ ശാപം പൊട്ടിമാറ്, അവിടെ അനുഗ്രഹം ദൈവത്തിന് കൃപയിൽ വെളിപ്പെടും. പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ പിതാവേ മാതാവേ ദൈവത്തെ വന്ന് ആരാധിച്ചു നോക്ക്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഗ്യാരണ്ടിയോടെ ഞാൻ പറയട്ടെ, നീ മരിച്ചു പോയാലും നിന്റെ പ്രാർത്ഥനയുടെ മറുപടി മരിച്ചു പോകത്തില്ല. ഓ, നീ മരിച്ചു പോയാലും നിന്റെ ആരാധനയുടെ ഫലം മരിച്ചു പോകത്തില്ല. കാരണം എന്റെ ദൈവം സീസന്റെ ദൈവമല്ല, എന്റെ ദൈവം കാലങ്ങളുടെ ദൈവമല്ല. He is not the God of season, but he is the God of generations. ഓ, അവൻ കാലങ്ങളുടെ ദൈവം അല്ല, അവൻ തലമുറകളുടെ ദൈവമാണ്. എത്ര പേർ ആമേൻ പറയൂ? തലമുറകളുടെ ദൈവമാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അന്യ ദൈവങ്ങളെ സേവിച്ചാൽ പാരമ്പര്യ ശാപമാണ് കടന്നു വരുന്നത്. അന്യ ദൈവങ്ങളെ സേവിച്ചാൽ പാരമ്പര്യ ശാപമാണ് കടന്നു വരുന്നത്. തിരുവചനം പറയുന്നു, മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ഞാൻ അവരെ സന്ദർശിക്കുക. കേട്ടിട്ടില്ലേ? അപ്പന്റെ രോഗമാണ് എനിക്ക് വന്നത്, അമ്മയുടെ ക്യാൻസറാണ് എനിക്ക് വന്നിരിക്കുന്നത്, വല്യപ്പച്ചന്മാരുടെ ഹൃദയരോഗമാണ് ഞാൻ ചുമക്കുന്നത്, എൻ്റെ വീട് സ്ട്രോക്കിന്റെ വീടാണ്, എൻ്റെ വീട്ടിൽ 35 വയസ്സാകുമ്പോൾ എല്ലാവർക്കും ഡയബറ്റിക് ആണ്, എൻ്റെ വീട്ടിൽ 40 വർഷമാകുമ്പോൾ എല്ലാവരും പോക്കാണ്, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇന്ന വലത് കയ്യിൽ ആക്സിഡന്റ് ആണ്, എല്ലാവർക്കും വലത് കയ്യിൽ മറ്റേ ഓപ്പറേഷന്റെ പാടുണ്ട് എന്നാരെങ്കിലും പറയുന്നു എങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. കാരണം തിരുവചനം പറയുന്നു, അത്യുന്നതനും മറവിലും സർവശക്തനും നിഴലും കീഴിൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നിന്റെ വലിയപ്പച്ചന്മാരും വലിയമ്മച്ചുമാരും അനുഭവിച്ച തീയും വെള്ളവും നിന്നെ തൊടത്തില്ല. നിനക്ക് പ്രശ്നമില്ലെന്നല്ല ഞാൻ പറയുന്നത്, നിനക്ക് നിന്റെ പ്രശ്നമുണ്ട്, എനിക്ക് എൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ ആ പ്രശ്നത്തിന്മേൽ ജയം തരുന്ന ഒരു ദൈവവുമുണ്ട്. ഓ സ്തോത്രം. അതേ തലമുറയായി ഒരേ പ്രശ്നങ്ങൾ തന്നെ ചില കുടുംബങ്ങൾക്ക് കടന്നു വരാം. ഓ, അബ്രഹാമിന് പ്രശ്നം വന്നു, അതേ പ്രശ്നം തന്നെ ഇസഹാക്കിൽ വന്നു. ഓ, വീട്ടിൽ പോയി വായിച്ചു നോക്ക്. ഉൽപ്പത്തി പുസ്തകം 12, ഉൽപ്പത്തി പുസ്തകം 20, ഉൽപ്പത്തി പുസ്തകം 12 അബ്രഹാമിന്റെ കാലത്തൊരു ക്ഷാമം വന്നു. ക്ഷാമം വന്ന പ്രശ്നം വന്നു. ആ പ്രശ്നം കണ്ടിട്ട് അബ്രഹാം ഈജിപ്തിലേക്ക് മിസ്രൈമിലേക്ക് ഓടിപ്പോയി. അബ്രഹാം ക്ഷാമം എന്ന പ്രശ്നം കണ്ടിട്ട് അവൻ ഈജിപ്തിലേക്ക് ഓടിപ്പോയി. പ്രശ്നങ്ങളെ കണ്ടു ഓടുന്നവരെ, ചെറിയ പ്രശ്നം കണ്ടു ഓടിയാൽ വലിയ പ്രശ്നത്തിലേക്കായിരിക്കും നീ ഓടുന്നത്. നീ പ്രശ്നം കണ്ടു ഓടരുത്. പകരം പ്രശ്നം യേശുവിന്റെ നാമത്തിൽ നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ. ക്ഷാമം കണ്ടിട്ട് അബ്രഹാം ഇതാ മിസ്രൈമിലേക്ക് ഓടിപ്പോയി. ഏതോ പുസ്തകം പറയുന്നു അവിടെ വെച്ച് അബ്രഹാമിന് കിട്ടിയതാണ് ഹാഗർ. ഓ, അതിന്റെ പ്രോഡക്റ്റ് ആണ് ഇഷ്മായേൽ. ഇഷ്മായേൽ ഇന്നും സ്തോത്രം യഹൂദന് തലവേദനയാണ്. വാഗ്ദത്ത സന്തതിക്ക് അപ്പച്ചന്റെ കൈപ്പിഴയായി ഉണ്ടായതായ ഇഷ്മായേൽ ഇന്നും തലവേദനയാണ്. 1948 മെയ് മാസത്തില് സ്തോത്രം ഇസ്രായേൽ സ്റ്റേറ്റ്, ഇസ്രായേൽ എന്ന രാജ്യം ജനിച്ചു. എന്നാൽ സ്തോത്രം 48 തുടങ്ങി പല പ്രാവശ്യം യുദ്ധം. 1968 യുദ്ധം, 6 ഡേ വാർ. 1973 യുദ്ധം, യോം കിപ്പോർ വാർ. ഇന്നും യെരുശലേമിന്റെ തെരുവിൽ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ യഹൂദന് ധൈര്യത്തോടെ നടക്കുവാൻ കഴിയത്തുള്ളൂ. കാരണം സ്തോത്രം പണ്ട് അപ്പച്ചന് സംഭവിച്ച കയ്യബദ്ധമാണ്. അബ്രഹാമിന് പ്രശ്നം കണ്ട് ഓടിപ്പോയവന് ലഭിച്ചത് ഹാഗറാണ്, ഇഷ്മായേലാണ്. എന്നാൽ ഇസഹാക്കിന് ആ പ്രശ്നം ഉണ്ടായോ? 20-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇസഹാക്കിന് ആ പ്രശ്നം ഉണ്ടായി. ഇസഹാക്കിന്റെ കാലത്തും ക്ഷാമം വന്നു. ഇസഹാക്കിന്റെ കാലത്തും ക്ഷാമം വന്നു. ഇസഹാക്കിന്റെ കാലത്ത് ക്ഷാമം വന്നപ്പോ അവൻ പാകിസ്ഥാനിലേക്കോ ഈജിപ്തിലേക്കോ ഓടിയില്ല. അവൻ അവിടെ പിടിച്ചു നിന്നു. ആ പ്രശ്നത്തിന്റെ നടുവിൽ വിശ്വാസത്തിൽ അവൻ പിടിച്ചു നിന്നു. കമോൺ പുതുവലിൽ യേശുവിന്റെ നാമത്തിൽ പ്രശ്നത്തിന്റെ നടുവിൽ വിശ്വാസത്തിൽ
ദിവസത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും പിടിച്ചു നിൽക്കുന്നവർക്കായി സ്തോത്രം. പിടിച്ചു നിൽക്കുന്നെങ്കിൽ ഒരു ഭയങ്കര കൊയ്ത്തുണ്ട്. കാരണം വേദപുസ്തകം പറയുന്നു, ഇസഹാക്ക് എങ്ങോട്ട് ഓടിപ്പോയില്ല. അവനിതാ ആ വെല്ലുവിളിയുടെ ദിവസത്തിൽ എഴുന്നേൽക്കുകയാണ്. അവന്റെ കയ്യിൽ കുറച്ച് വിത്തുണ്ട്. ആ വിത്തുമായി അവൻ എഴുന്നേറ്റു. ആ വിത്ത് വിതയ്ക്കുന്ന വചനം, അർത്ഥം പറയുന്ന വചനം, അർത്ഥം പ്രവചന വചനം അവന്റെ കയ്യിൽ ഉണ്ട്. എഴുതപ്പെട്ട അലമാരയിൽ ഇരിക്കുന്ന വചനം അവിടെ ഇരിക്കുക. വിതയ്ക്കുന്ന വചനത്തിനായി സ്തോത്രം. വിതയ്ക്കുന്നത് കൊയ്യം, പറയുന്നത് ഭവിക്ക. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സാഹചര്യം ക്ഷാമമാണ്, എല്ലാവർക്കും ക്ഷാമമാണ്. അങ്ങേതിലും ഇങ്ങേതിലും പാർക്കുന്നവര് ക്ഷാമമാണ്. പക്ഷെ അവരെല്ലാം ക്ഷാമമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കുമ്പോൾ ഇവന്റെ കയ്യിൽ കുറച്ച് വിത്തുണ്ട്. ആ വിത്തുമായി ഇസഹാക്ക് എഴുന്നേറ്റ് അവൻ ദേശത്ത് വിതച്ച് ആ ആണ്ടിൽ അവൻ 100 മേനി കൊയ്തു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവോട് പ്രവചിക്കുന്നു, നിന്റെ അപ്പന്റെ അതേ പ്രശ്നം നിനക്ക് വരാം, നിന്റെ അമ്മയുടെ പ്രശ്നം നിനക്ക് വരാം, പൂർവികരുടെ അതേ വെല്ലുവിളി നിനക്ക് വരാം. പക്ഷേ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ അവർ കണ്ട തീയും വെള്ളവും നീ കാണുകയില്ല. അവർ കണ്ട ഇസ്മായേലിനെ നീ കാണുകയില്ല. അവർ കണ്ട പ്രതിസന്ധി നീ കാണുകയില്ല. അവരെ ഓപ്പറേഷൻ നിനക്കുള്ളത് അല്ല. എത്ര സ്വത്രം പറയുക. അവരുടെ കീമോതെറാപ്പി നിനക്കുള്ളതല്ല. അവരുടെ കണ്ണുനീർ നിനക്കുള്ളതല്ല. പകരം അവർ കാണാത്തതായ ഒരു കൊയ്ത്ത്. നിന്റെ പൂർവ്വപിതാക്കർ കാണാത്തതായ കൊയ്ത്ത് ദൈവത്തിന്റെ കൃപയാൽ നീ പ്രാപിപ്പാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. വർഷങ്ങൾക്ക് മുന്നേ നല്ലൊരു ദേവദാസനുണ്ടായിരുന്നു, പാസ്റ്റർ ദേവദാസ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പണ്ടൊരു ഉപവാസ പ്രാർത്ഥന സഭയിൽ നടക്കുക. ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, എന്റെ പൂർവ്വപിതാക്കന്മാർ എല്ലാവരും 30 വയസ്സാകുമ്പോൾ ഭ്രാന്തരാണ്. എനിക്ക് 29.5 വയസ്സായി. സ്തോത്രം. ക്രിസ്തീയ പാരമ്പര്യമല്ല അവൾക്കുള്ളത്. 29 വയസ്സായി എനിക്കായി. 6 മാസം കഴിയുമ്പോൾ എനിക്ക് മട്ട് വരുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നെ കെട്ടാൻ ആരുമില്ല. ഞാൻ പറഞ്ഞു, പാരമ്പര്യ ശാപമാണ്. നിന്റെ വീട്ടിൽ അഴുക്കുചാല് ഒഴുകിയിറങ്ങുന്നത് പോലെ, അഴുക്കുചാല് ഒഴുകിയിറങ്ങുന്നത് പോലെ 30 വയസ്സാകുമോ വട്ട് വരും. സ്തോത്രം. അതാണ് ആ കുടുംബത്തിന്റെ ചരിത്രം. ഞാൻ പറഞ്ഞു, ആ അഴുക്കുചാല് നിന്നെ തൊടാതിരിപ്പാൻ യേശു നിന്റെ ശാപത്തെ ഏറ്റെടുത്ത് അവൾ മുട്ടുമടക്കി സ്തോത്രം നിറകണ്ണുകളോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, യേശു കർത്താവേ, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. അങ്ങേ രക്ഷകനും കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. കാരണം അങ്ങന്റെ ശാപത്തെ ഏറ്റെടുത്ത്, അതുകൊണ്ട് ഞാൻ ശാപം ചുമക്കേണ്ടവളല്ല, ഞാൻ അനുഗ്രഹം ചുമക്കേണ്ടവളാണ്. അവൾ രക്ഷിക്കപ്പെട്ടു. അടുത്തൊരു സെഷനിൽ അഭിഷേകം പ്രാപിച്ചു. ദൈവത്തിന്റെ കൃപയാൽ വിടുവിക്കപ്പെട്ടു. ഇന്ന് കോട്ട എന്നറിയപ്പെടുന്ന രാജസ്ഥാൻ പട്ടണത്തിലുണ്ട്. ഒരു പാസ്റ്റർ ഭാര്യയാണ്, 2 കുട്ടികളുടെ അമ്മയാണ്, അടുത്ത സ്കൂളിൽ ഹൈസ്കൂൾ ടീച്ചറാണ്. പോരെങ്കിൽ രാജസ്ഥാന്റെ ചില പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പ്രവാചകിയാണ്. അവളുടെ അപ്പൻ ഭ്രാന്തനായി തന്നെ മരിച്ചു. അവളുടെ 3 സഹോദരന്മാരും ഭ്രാന്തന്മാരായി തുടരുന്നു. അവൾ എന്നോട് നോക്കി പറഞ്ഞു, ബ്രദർ സുരേഷ്, അവർ യേശുവിന്റെ രക്തത്തിന് പുറത്താണ്, അവർ യേശുവിന്റെ രക്തത്തിന് വെളിയിലാണ്, ഞാൻ യേശുവിന്റെ രക്തത്തിന് ഉള്ളിലാണ്. വായി തുറന്ന് പറ, യേശുവിന്റെ രക്തം. ശബ്ദമുയർത്തി പറ, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. യേശുവിന്റെ നാമത്തിൽ നിന്റെ കസിൻസിന് വന്നത് നിനക്കുള്ളതല്ല, നിന്റെ കൊച്ചപ്പന് വന്നത് നിനക്കുള്ളതല്ല, നിന്റെ കുടുംബക്കാർക്ക് വന്നത് നിനക്കുള്ളതല്ല. ഈ രാത്രി ആരാധിച്ചിരിക്കണം. ഇതൊരു വിടുതലിന്റെ രാത്രിയാണ്. ഇത് പ്രസംഗത്തിന്റെ പോയിന്റ് എണ്ണുന്ന രാത്രിയല്ല. നിന്റെ കുടുംബക്കാർക്ക് വന്നത് നിനക്കുള്ളതല്ല, അവിടെ നിലവിളി നിനക്കുള്ളതല്ല, അവിടെ വേദന നിനക്കുള്ളതല്ല. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇറങ്ങി ചിലതിന്റെ തലക്ക് പിടിച്ച് ഞാൻ പറയട്ടെ, പിശാച് നെയ്യുന്ന രോഗ കിടക്കകളെ കർത്താവ് ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുന്നു. ഒരിക്കൽ കൂടെ, സാത്താൻ നെയ്യുന്ന രോഗ കിടക്കകളെ കർത്താവ് ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുന്നു. അപ്പൻ കണ്ട കഷ്ടം, പൂർവികർ കണ്ട നഷ്ടം നിനക്കുള്ളതല്ല. പകരം അവർ കാണാത്ത മഹത്വം, അവർ ചെയ്യാത്ത ശുശ്രൂഷ, അവർക്കില്ലാത്ത പകർച്ച ദൈവത്തിന്റെ കൃപയാൽ നീ ചുമക്കുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ 2 കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. അപ്പനും അമ്മയും കണ്ട തീയും വെള്ളവും നീ കാണുകയില്ല. പകരം അവർ കാണാത്തതായ ദൈവ പ്രവൃത്തി, അവർ കാണാത്തതായ ആത്മീയ കൊയ്ത്ത് നീ കാണുവാൻ വേണ്ടി പോകുന്നു.
കാരണം ദൈവം കാലങ്ങളുടെ ദൈവമല്ല, അവൻ തലമുറകളുടെ ദൈവമാണ്. അബ്രഹാം കാണാത്തത് ഇസഹാക്ക് കണ്ടു. ഹലോ, അബ്രഹാം കാണാത്തത് ഇസഹാക്ക് കണ്ടു. ഇസഹാക്ക് പ്രാപിക്കാത്തത് ഇസ്രായേൽ അഥവാ യാക്കോബ് പ്രാപിച്ചു. ഇസഹാക്ക് പ്രാപിക്കാത്തത് യാക്കോബ് പ്രാപിച്ചു. യാക്കോബിന് സ്വപ്നം കാണാൻ കഴിയാത്തടത്ത് യോസഫ് എത്തിച്ചേർന്ന്. അതാണ് വേദപുസ്തകം. നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം അതാണ്. എത്ര പേർ പറയും അത് എനിക്കുള്ളതാണ്? അബ്രഹാം കാണാത്തത് ഇസഹാക്കിൽ സംഭവിച്ചു. ഇസഹാക്കിന് കാണാൻ കഴിയാത്തത് യാക്കോബിൽ വെളിപ്പെട്ടു. യാക്കോബിന് സ്വപ്നം കാണാൻ കഴിയാത്തടത്ത് യോസഫ് എത്തിച്ചേർന്നുവെങ്കിൽ പിതാവേ മാതാവേ, പാരമ്പര്യ ശാപങ്ങൾ ഈ യോഗത്തിൽ ഇന്ന് രാത്രി വേരോടെ പൊട്ടിമാറുകയാണ്. വചനമെന്ന വാളിൽ ആ പാരമ്പര്യ ശാപത്തിന്റെ സ്തോത്രം കൊമ്പുകളല്ല ഇന്ന് രാത്രി തകരുന്നത്. വ്യക്തികളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അതിന്റെ വേരോടെ 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 തമ്പുരാൻ ഇന്ന് രാത്രി പിഴുതുമാറ്റുന്നു. പാരമ്പര്യ ശാപങ്ങൾക്ക് വിട്ടുപോകാം, പാരമ്പര്യ രോഗങ്ങൾക്ക് വിട്ടുപോകാം. പാരമ്പര്യ ശാപങ്ങൾ മറയട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, പകരം പാരമ്പര്യ അനുഗ്രഹം വെളിപ്പെടട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. നമ്പർ 1, vain traditions. സ്തോത്രം, അതേ വ്യർത്ഥ പാരമ്പര്യം നിമിത്തം നിന്റെ ജീവിതത്തിൽ സ്തോത്രം ശാപം കടന്നു വരുന്നു. സ്തോത്രം, അതേ വീണ്ടും തിരുവചനം പറയുന്നു. രണ്ടാമതായി ശാപം കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? സദൃശവാക്യങ്ങൾ പുസ്തകം 3-ാം അധ്യായം, സദൃശവാക്യങ്ങൾ പുസ്തകം 3-ാം അധ്യായം 33-ാം വാക്യം. സദൃശവാക്യം 3:33. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിൽ ഉണ്ട്, നീതിമാന്റെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കും. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്. ദുഷ്ടന്റെ വീട്ടിൽ എന്തുകൊണ്ട് ശാപമുണ്ട്? അടുത്തിരിക്കുന്ന രണ്ടുപേർക്ക് കൈ കൊടുത്ത് മോത്തോക്കി പറ, നമ്മുടെ വീട്ടിൽ അനുഗ്രഹമുണ്ട്. പറഞ്ഞോട്ടെ, നമ്മുടെ വീട്ടിൽ അനുഗ്രഹമുണ്ട്, നമ്മുടെ വീട്ടിൽ അനുഗ്രഹമുണ്ട്. കൊടുക്ക, കൈ കൊടുത്ത് പറ. നമ്മുടെ വീട്ടിൽ TV ഉണ്ടെന്നല്ല പറയേണ്ടത്, എൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്നല്ല പറയേണ്ടത്. എൻ്റെ വീട്ടിൽ അനുഗ്രഹമുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ നിറയപ്പെട്ടവന്റെ വീട്ടിൽ ദൈവത്തിന് അനുഗ്രഹമുണ്ട്. ദൈവത്തിന് അനുഗ്രഹമുണ്ട്. എന്നാൽ ദുഷ്ടന്റെ വീട്ടിൽ ശാപമുണ്ട്, പാപിയുടെ വീട്ടിൽ ശാപമുണ്ട്, വെള്ളമടിക്കുന്നവന്റെ വീട്ടിൽ ശാപമുണ്ട്, പോർണോഗ്രാഫി കാണുന്നവന്റെ വീട്ടിൽ ശാപമുണ്ട്, കുതികാൽ വെട്ടുന്നവൻ കുറ്റം പറയുകയും ചെയ്യുന്നവന്റെ വീട്ടിൽ ശാപമുണ്ട്. പാപിയേ, സ്തോത്രം, പാപം എവിടെയുണ്ടോ അവിടെ ശാപമുണ്ട്. ഈ മനോഹരമായ ചുവന്ന കസേരം നിരത്തിയപ്പോൾ നിങ്ങൾക്ക് വന്നിരിപ്പാൻ കഴിഞ്ഞു. ശാപം ഇന്ന് രാത്രി നോക്കിയാണ് ഏവനിലാ വന്നിരിക്കാൻ കഴിയുന്നത്. ശാപം ഇന്ന് രാത്രി നോക്കിയാണ് ഏത് വീട്ടിലാ തള്ളിക്കയറാൻ പറ്റുന്നത്. ശാപത്തിന് ഇരിക്കണം, ശാപത്തിന് വിദ്യാഭ്യാസങ്ങളിൽ ഇരിക്കണം, വിവാഹ ജീവിതങ്ങളിൽ ഇരിക്കണം, ശാപത്തിന് കുടുംബങ്ങളിൽ ഇരിക്കണം, ബിസിനസ്സിലിരിക്കണം, സമ്പത്തിലിരിക്കണം, ആരോഗ്യത്തിലിരിക്കണം. പക്ഷെ ശാപത്തിനിരിക്കണമെങ്കിൽ ഒരു ചെയർ ആവശ്യമാണ്, ഒരു സീറ്റ് ആവശ്യമാണ്. ആ സീറ്റിന്റെ പേരാണ് പാപം. പാപം ഉള്ളിടത്തെ ശാപം നിൽക്കത്തുള്ളൂ. പാപം ഉള്ളിടത്തെ ആരും മിണ്ടുന്നില്ല. കമാൻ, ഞാൻ പോവാ. സ്തോത്രം, പാപം ഉള്ളിടത്തെ ശാപം നിൽക്കത്തുള്ളൂ. പാപമുണ്ടോ അവിടെ ശാപമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. നീ പെന്തിക്കോസിന്റെ 3-ാം തലമുറയായിരിക്കാം, പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ വാക്കിൽ പാപമുണ്ടോ സഹോദര? നിന്റെ നോട്ടത്തിൽ പാപമുണ്ടോ സഹോദരിയെ? നിന്റെ ജീവിതത്തിൽ പാപമുണ്ടോ? പാപമുണ്ടെങ്കിൽ ശാപവും ഉണ്ട്. ഉദാഹരണമായി ഒന്നാമത്തെ പാപിയാകുന്ന ആദാമിന്റെ വീട്ടിലേക്ക് പോകാം. ഒന്നാമത്തെ പാപിയായ ആദാമിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മൂത്തവൻ ഇതാ ഒന്നിലും ഗുണം പിടിക്കാതെ അവൻ ഊടാടി നടക്കുകയാണ്. അവൻ ഒന്നിനും രക്ഷപ്പെട്ടിട്ടില്ല. അവൻ ഇങ്ങനെ ഊടാടി നടക്കുന്നു, ഒന്നിനും ഗതി പിടിക്കുന്നില്ല. പക്ഷെ രണ്ടാമത്തവൻ, മൂത്തവൻ നിമിത്തം ഇതാ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു. മൂത്തവൻ രണ്ടാമത്തവനെ കൊന്നുകളയുന്നു. ഇന്നും പല സഭകളിൽ അതല്ലേ നടക്കുന്നത്. ജ്യേഷ്ഠ സഹോദരന്മാർ, വളർന്നു വരുന്ന ഇളയ സഹോദരന്മാരെ, ഒസാമ ബിൻ ലാദന്റെ കയ്യിലിരിക്കുന്ന തോക്കിനേക്കാൾ വലിയ സ്തോത്രം ഫലപ്രദമായി ഉപയോഗിക്കുന്ന വാക്കുകൊണ്ട് വളർന്നു വരുന്ന ഇളയ സഹോദരന്മാരെ കൊല്ലുന്നെങ്കിൽ, ഭാവിയുള്ള സഹോദരന്മാരെ കൊല്ലുന്നെങ്കിൽ അത് ശാപമാണ്. ശാസിച്ചു മാറ്റ്.
ഓ, ആരൊക്കെ എന്നെ തുറിച്ചു നോക്കി. വളർന്നു വരുന്നവരെ കൊല്ലരുത്, അത് ശാപത്തിന്റെ ലക്ഷണമാണ്. ഓ സ്തോത്രം. കൃപയുള്ള ഇളയവനെ മൂത്തവന്മാർ ഇതാ കൊന്നുകളഞ്ഞ്. ഓ, കൊന്നുകളഞ്ഞവനുണ്ടല്ലോ, അവനൊന്നിനും ഗുണം പിടിക്കുന്നില്ല. മറ്റുള്ളവനെ വെട്ടിനിരത്തിയാണ് പലരും മേലെ കയറുന്നത്. മറ്റുള്ളവനെ വെട്ടിനിരത്തിയാണ് മേലെ കയറുന്നത്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, അത് അച്ചു അമ്മാവന്റെ പ്രത്യയശാസ്ത്രമാണ്. എന്നാൽ ഇന്ന് രാത്രി വെട്ടിനിരത്തി മേലെ കയറുന്നതല്ല കർത്താവിന്റെ സുവിശേഷമെന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് നേരെ നീ പാര വച്ചിട്ടല്ല സുവിശേഷ വേല ചെയ്യേണ്ടത്. ദൈവത്തിന്റെ വെളിപ്പാടനുസരിച്ചാണ് നീ സുവിശേഷ വേല ചെയ്യേണ്ടത്. യേശുവിന്റെ നാമത്തിൽ. അത് പാപമാണ്. വേറുള്ളവനെ കുറ്റം പറയുന്നത് പാപമാണ്. ദുഷ്ടന്റെ വീട്ടിൽ സ്തോത്രം ശാപമുണ്ട്. സഭായോഗത്തിന് ശേഷം പാസ്റ്റർമാർക്കെതിരെ കുറ്റം പറയുമ്പോ, വന്ന സഹോദരന്റെയും പോയ സഹോദരന്റെയും ചുരിദാറും ഡ്രസ്സും കുറ്റം പറയുമ്പോ, വേറെയുള്ളവനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അത് പാപമാണ്. നിന്റെ അലമാര മുഴുവൻ വെള്ളയായിരിക്കാം, നിന്റെ വായിലൂടെ കുറ്റം പറയുമ്പോൾ അത് പാപമാണ്. കാരണം തിരുവചനം കൃത്യമായി പറയുന്നു, പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിൽ വലതുവശത്ത് യേശു മധ്യസ്ഥിക്കുന്നു, അഥവാ പ്രാർത്ഥിക്കുന്നു. വലതുവശത്ത് യേശു പ്രാർത്ഥിക്കുന്നു, ഇടതുവശത്ത് സാത്താൻ കുറ്റം പറയുന്നു. ആരും മിണ്ടുന്നില്ല. വലതുവശത്ത് യേശു പ്രാർത്ഥിക്കുന്നു, ഇടതുവശത്ത് സാത്താൻ കുറ്റം പറയുന്നു. വലതുവശത്ത് യേശു പ്രാർത്ഥിക്കുന്നു, ഇടതുവശത്ത് സാത്താൻ കുറ്റം പറയുന്നു. പ്രാർത്ഥിക്കുന്നു, കുറ്റം പറയത്തില്ല. പ്രാർത്ഥിക്കുന്നു, കുറ്റം പറയത്തില്ല. ഹലോ, ഹല്ലേലൂയ. എന്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലായില്ല. പ്രാർത്ഥിക്കുന്നവൻ കുറ്റം പറയത്തില്ല, കുറ്റം പറയുന്നവൻ പ്രാർത്ഥിക്കത്തുമില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ കുറ്റം പറയത്തില്ല, കുറ്റം പറയുന്നവൻ പ്രാർത്ഥിക്കത്തില്ല. കുറ്റം പറയുന്നവനെ നീ കെട്ടിൽ കിടക്കുന്ന കാര്യം മനസ്സിലായോ? ഫേസ്ബുക്കിൽ അതേ കുറ്റം പറയുന്നവനെ, മറ്റത് ലൈക്ക് ചെയ്ത് വിടുന്നവനെ, ഹലോ മിസ്റ്റർ പെന്തിക്കോസേ, നീ ഇന്നും ജാതികൾക്ക് തുല്യമായി ചങ്ങലയിലും നുകത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നത്, നീ ഗുണം പിടിക്കാതിരിക്കുന്നത് പാപം. നിന്റെ ജീവിതത്തിൽ പാപമുള്ളത് കൊണ്ടാണ് രാത്രി വ്യഭിചാരമായിരിക്കുക, മദ്യപാനത്തിലായിരിക്കുക, കമ്പനി കൂടുമ്പോഴായിരിക്കാം സ്മാൾ എടുക്കുന്നത്. പാപത്തിൽ നീ ഉടക്കി കിടക്കുന്നെങ്കിൽ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. ആ പാപത്തിൽ നിന്ന് പുറത്തു വാ. ഒരു യഥാർത്ഥ സംഭവം പറഞ്ഞ് ഞാൻ മുന്നിലേക്ക് പോകട്ടെ. ആൾനോഡ് റോൾസൺ എന്ന് പേരുള്ളതായ ഒരു സിനിമാ നടനല്ല, ഒരു പർവ്വതാരോഹനുണ്ട്. കാരണം ആൾനോഡ് എന്ന് പറയുമ്പോൾ മറ്റേ ടെർമിനേറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ഓ കമോൺ, ഹല്ലേലൂയ. ആരും മിണ്ടുന്നില്ല. നിങ്ങൾ സിനിമ കാണത്തില്ലായിരിക്കും, സീരിയലായിരിക്കും കാണുന്നത്. ആൾനോഡ് റോൾസൺ എന്ന് പേരുള്ളതായ ഒരു പർവ്വതാരോഹണൻ അമേരിക്കയിലുണ്ട്. അതേമിതാ സ്തോത്രം. അമേരിക്കയിൽ ഏറ്റവും ഉൾനിരയിലുള്ള പർവ്വതങ്ങളിലേക്ക്, പർവ്വത ശിഖരങ്ങൾ കയറാൻ തനിക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും പോയിട്ടുണ്ട്, ധാരാളം പോയിട്ടുണ്ട്. ആ പർവ്വത ശിഖരങ്ങളിൽ മൊബൈൽ റേഞ്ച് ഒന്നും കിട്ടത്തില്ല. അത് ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ്. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. അതങ്ങ് സ്തോത്രം അകലെയാണ്. ആ സ്ഥലത്ത് പോയി ആ പർവ്വത ആരോഹനാകുന്ന ആൾറോൺ റോൾസൺ സ്തോത്രം മല കയറി. പക്ഷേ ഒരു ദുഃഖ ദിവസത്തിൽ സ്ലിപ്പ് ചെയ്തു. രണ്ട് പാറകളെ ഇടയിൽപ്പെട്ടു. തൻ്റെ ഒരു കൈ രണ്ട് പാറകളെ ഇടയിലായി പോയി. ആ കൈ ഊരിയിട്ടും വലിച്ചിട്ടും വരുന്നില്ല, സ്റ്റക്കായി പോയി. തനിക്ക് മനസ്സിലായി, അയ്യോ എൻ്റെ അരയിൽ സ്തോത്രം അല്പം വെള്ളമുണ്ട്, വളരെ കുറച്ച് ആഹാരമുണ്ട്. മണിക്കൂറുകൾ മുന്നോട്ട് പോകുകയാണ്, സന്ധ്യ മയങ്ങുകയാണ്, ഇരുട്ട് വ്യാപിച്ചു, കൈ പുറത്തു വരുന്നില്ല. അത് ഉണ്ടായിരുന്ന ആഹാരം കഴിച്ച് വെള്ളവും കുടിച്ചു. പുറം ലോകത്തിനറിയ ഈ പാറയിൽ താൻ ഉറക്കി കിടക്കുന്നു. വീണ്ടും മുന്നോട്ട് പോകുകയാണ്. വെള്ളം തീർന്നു. തനിക്ക് മനസ്സിലായി, പുറം ലോകത്തിന് അറിയത്തില്ല ഞാൻ ഇവിടെ കിടക്കുന്നെന്ന്. എൻ്റെ ടെലിഫോൺ വിളിച്ചാൽ ആരും എടുക്കത്തില്ല, ഞാൻ ഔട്ട് ഓഫ് റേഞ്ച് ആണ്. പോലീസുകാരെ വിളിക്കാൻ പറ്റത്തില്ല, വേറെ നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല ഞാനിവിടെ ഉടക്കി കിടക്കുന്നു എന്ന്. ഇങ്ങനെയല്ലേ രക്ഷപ്പെടണം. ഞാനിവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചത്തുപോകും. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ബോധം പോകും. ബോധം പോയാൽ എൻ്റെ പരിപാടി തീർന്നു. ഞാൻ ഇവിടെ കിടന്ന് സ്തോത്രം മരിക്കും. വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ അസ്ഥിപഞ്ജരം വല്ലോരും കണ്ടെടുക്കുന്നത്. പക്ഷെ എനിക്ക് പുറത്തു വരണമെന്നുണ്ട്. എൻ്റെ കൈ അനുവദിക്കുന്നില്ല. പുറത്തു വരണമെന്നുണ്ട്. എൻ്റെ കൈ ഉടക്കിപ്പോയി. പുറത്തു വരണമല്ലോ. ആ പർവ്വതാരോഹന്റെ പല കാര്യങ്ങൾ തൻ്റെ അരയിൽ കരുതിയിട്ടുണ്ട്. അതിലൊന്നാണ് കൂർത്തും മൂർത്തതായ നല്ലൊരു കത്തി.
കൂർത്ത് മൂർത്തതായ നല്ലൊരു കത്തിയുണ്ട്, ഉടക്കിയിരിക്കുന്നതായ കയ്യുമുണ്ട്. ആ മനുഷ്യൻ മനസ്സിലായി, എനിക്ക് തടസ്സം കൈയാണ്. ഈ കൈ പോയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഓ കമാൻ, ഈ കൈ പോയാൽ ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ കൈയും പിടിച്ച് ഞാനിവിടെ ഇരുന്നാൽ എൻ്റെ ലൈഫ് തൊലഞ്ഞ് അവൻ അരികിൽ കിടന്നതായ കത്തിയെടുത്ത്, സ്വന്തം കൈയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ കൈ എൻ്റെ മുന്നേറ്റത്തിന് തടസ്സമാണ്. അവൻ ആ തോലിനെ കണ്ടിച്ച്, മാംസത്തെ കണ്ടിച്ച്, അയ്യോ ഭയങ്കര വേദന കേട്ടോ, ഞരമ്പിനെയും മുറിച്ച്, അസ്ഥിയെ മുറിച്ചു. സ്വന്തം കൈയാണ്, അനസ്തീഷ്യ അല്ല, ഓപ്പറേഷൻ തിയേറ്ററിലല്ല, ഡോക്ടറുമല്ല, സ്വന്തം കൈ അവൻ അറുത്തു മുറിച്ച്, സ്വന്തം കൈ അറുത്ത് മുറിച്ച് സ്വതന്ത്രനായി ആ പർവ്വതത്തിന് മേലെ നിന്ന് താഴേക്ക് ഓടിയിറങ്ങി. കാരണം രക്തം പുറത്തേക്ക് പോകുകയാണ്. ഒരു പരിധിക്കപ്പുറം രക്തം പോയാൽ താൻ ചത്തുപോകും. ഭാഗ്യം 2-2.5 മൈല് താഴേക്ക് വന്നപ്പോ അമേരിക്ക സ്ഥലം, പത്തനാപുരം അടൂരാണെങ്കിൽ അവന്റെ കാര്യം തീർന്നു. ഓ സ്തോത്രം, അമേരിക്ക ആയതുകൊണ്ട് ആരാണ്ടവനെ കണ്ടു. പോലീസിന് അവര് ഫോൺ ചെയ്തു. ആംബുലൻസ് ഹെലികോപ്റ്ററിന്റെ രൂപത്തിലെത്തി. അവൻ അവിടെ നിന്ന് പൊക്കി, സ്തോത്രം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഓൺ ദ വേ തന്നെ ബ്ലഡ് കൊടുത്തു. അർണോൾഡ് റോൾസൺ രക്ഷപ്പെട്ടു. വൈക്കിപീഡിയയിൽ ഇപ്പോഴാരും ഫോൺ എടുക്കല്ലേ. വൈക്കിപീഡിയയിൽ സ്തോത്രം വീട്ടിൽ ചെന്നിട്ട് ഇന്റർനെറ്റിൽ ഒന്ന് പരതി നോക്കണം. അർണോൾഡ് റോൾസൺ, സ്തോത്രം, അതെ, 127 hours 127 മണിക്കൂർ എന്ന ഫേമസ് ഒരു സിനിമ പുറത്തു വന്നു. അതവന്റെ സ്റ്റോറിയാണ്. സ്വന്തം കയ്യ മുറിച്ചു മാറ്റി പുറത്തു വന്നവന്റെ സ്റ്റോറി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഒരു യുവാവിനൊരു ജീവിതമുണ്ട്, ഇവിടെ ഇരിക്കുന്ന യുവതിക്കൊരു ജീവിതമുണ്ട്, ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകർക്കാർക്കോ ജീവിതമുണ്ട്. പലതിൽ നീ ഉടക്കിക്കിടക്കുകയാണ്, പാപത്തിൽ നീ ഉടക്കിക്കിടക്കുകയാണ്, നിന്റെ നോട്ടത്തിൽ ഉടക്കിക്കിടക്കുക, നിന്റെ ഫോണിൽ നീ ഉടക്കിക്കിടക്കുക, നിന്റെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും നീ ഉടക്കിക്കിടക്കുക. Come out in Jesus' name. യേശുവിന്റെ നാമത്തിൽ വെളിവാ, പാപത്തിൽ നിന്ന് വെളിവാ, അശുദ്ധിയിൽ നിന്ന് വെളിവാ. നിന്റെ മുൻപിൽ നിനക്കൊരു ജീവിതമുണ്ട്, അനുഗ്രഹത്തിന്റെ ജീവിതം. ശാപം ഇന്ന് രാത്രി പൊളിഞ്ഞു മാറട്ടെ. പാപം എവിടെയുണ്ടോ അവിടെ ശാപമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി മനസ്സിലാക്ക്, ആ പാപത്തിൽ നിന്നും നീ വിടുവിക്കപ്പെടുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി മരിച്ച് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. കത്തോലിക്ക പള്ളി നിനക്ക് വേണ്ടി മരിച്ചില്ല, മർത്തോമാ പ്രസ്ഥാനം നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു പെന്തിക്കോസ് ഗ്രൂപ്പും നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു പാസ്റ്ററും ഒരു പാതിരിയും നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു പ്രവാചകനും പാസ്റ്ററും നിനക്ക് ഒരു പ്രാസിംഗനും നിനക്ക് വേണ്ടി മരിച്ചില്ല, അമ്മ മറിയം നിനക്ക് വേണ്ടി മരിച്ചില്ല, സഭാപിതാക്കന്മാർ നിനക്ക് വേണ്ടി മരിച്ചില്ല. പ്രത്യുത യേശു നിനക്ക് വേണ്ടി മരിക്കുകയുണ്ടായി. വേറെ ആർക്കും ഈ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. Those who call upon the name of the Lord, they shall be saved. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ, കർത്താവായ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഇന്ന് രാത്രി രക്ഷിക്കപ്പെടും. വിളിച്ചു പറഞ്ഞാട്ടെ, പാപം എന്നെ തകർത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ വിൽ പവർ കൊണ്ട്, എൻ്റെ മസിൽ പവർ കൊണ്ട് ഈ പാപത്തെ എനിക്ക് ജയിപ്പാൻ കഴിയത്തില്ല. യേശുവേ എന്നെ സഹായിക്കണമേ. നിന്റെ വെള്ള വസ്ത്രം കൊണ്ട് നീ ആവരണം മാറ്റിയത് കൊണ്ട് നിനക്ക് പാപത്തെ ജയിപ്പാൻ കഴിയത്തില്ല. പകരം യേശുവാണ് നിന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടത്. കമോൺ, യേശുവാണ് നിന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടത്. വിളിച്ചു പറഞ്ഞാട്ടെ, കർത്താവായ യേശുവേ എന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് യേശു കർത്താവിനോട് ഈ രാത്രി വിളിച്ചു പറയുമ്പോൾ കൃപയാൽ അവൻ നിന്നെ രക്ഷിക്കുക തന്നെ ചെയ്യ. ഹല്ലേലൂയ. മറ്റൊരുത്തന്നെ രക്ഷയില്ല സഹോദരങ്ങളെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ടെ, അവൻ നിന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. പാപം എവിടെയുണ്ടോ അവിടെ ശാപമുണ്ട്. മദ്യപാനം നിമിത്തം ശാപത്തിൽ മുങ്ങിയവർ, വ്യഭിചാരം നിമിത്തം പാപത്തിൽ അതേ ശാപത്തിൽ മുങ്ങിയവർ, വിവിധ പാപ നിമിത്തം ശാപത്തിൽ കെട്ടപ്പെട്ടവർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുവിക്കപ്പെടട്ടെ. പാരമ്പര്യം നിന്നെ ശാപം കൊണ്ടുവരുന്നു, പാപം നിന്റെ ജീവിതത്തിൽ ശാപം കൊണ്ടുവരുന്നു. തിരുവചനം പറയുന്നു, കടന്നു വന്ന
പറഞ്ഞാട്ടെ, 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം. മൂന്നാമതായി നിന്റെ ജീവിതത്തിൽ ശാപം കൊണ്ടുവരുന്ന മറ്റൊരു കാര്യം 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം. കർത്താവേ സമയം പോയി. 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം മുതൽ താഴേക്ക്. നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തത് കൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ വിട്ട് ഒരിക്കലും മാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണേ, നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്ക്. അവൻ ഈ സൂര്യന്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യയോട് കൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു. ഞാനും ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുക സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളതായ ദാവീദിനെ നോക്കി കർത്താവിന്റെ നെഗറ്റീവ് ദൂത് പറയുകയാണ്. നാഥാൻ എന്ന് പറയുന്ന പ്രവാചകനായ സ്തോത്രം, എനിക്ക് അതൊരു പ്രസംഗമാണ്. ഇന്നത്തെ നാഥാനല്ല അന്നത്തെ നാഥാൻ. ഇന്നത്തെ നാഥാൻ പേഴ്സിന്റെ വലിപ്പവും പ്രസ്ഥാനത്തിന്റെ അതേ നീളമൊക്കെ നോക്കി പ്രവചിക്കുമ്പോൾ, അന്നത്തെ നാഥാൻ ഹൃദയം നോക്കിയാണ് പ്രവചിക്കുന്നത്, മുഖം നോക്കിയല്ല പ്രവചിക്കുന്നത്. ഓ കമാൺ, വിളിച്ചവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നല്ല അന്നത്തെ നാഥാൻ നോക്കുന്നത്, അയച്ച ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ എന്നാണ് നോക്കുന്നത്. അടുത്ത വർഷവും സ്തോത്രം എന്നെ വിളിക്കണമെന്നുള്ള പ്ലാറ്റ്ഫോം കൊതി കൊണ്ടല്ല അവൻ പ്രസംഗിക്കുന്നത്, തന്നെ അഭിഷേകം ചെയ്ത ദൈവത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് നോക്കിയാണ് പ്രവചിക്കുന്നത്. കമോൺ, എന്റെ മലയാളം മനസ്സിലായെങ്കിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. പുൽപ്പുറത്തിൽ നിന്ന് ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് രാജാവായി ഇരുത്തി. പക്ഷേ ഒരുത്തന്റെ ഭാര്യ ദേണ്ട കുളിച്ചിട്ട് നിന്നപ്പോൾ അവനതാ കുടിനീരിറക്കി അവളുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന്, നീ രാജാവെങ്കിൽ കേരളോ കൊട്ടാരത്തിലേക്ക്. നിനക്കൊരു അഭിഷേകം ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നീ ജീവിച്ചോളണം. ഓ, ആരും മിണ്ടുന്നില്ല. നിനക്കൊരു അഭിഷേകം ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നീ ജീവിച്ചോളാം. അവൾ ഇറങ്ങിച്ചത് നിങ്ങൾക്ക് ആ സൺഡേ സ്കൂൾ സ്റ്റോറി അറിയാം. ഓ, ഊരിയാവിൻ്റെ ഭാര്യയെ കണ്ട് മോഹിച്ചു. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ അഭിഷേകത്തെ മോഹിക്കരുത്, അന്യൻ്റെ സഭയെ മോഹിക്കരുത്, അന്യൻ്റെ ആത്മാക്കളെ മോഹിക്കരുത്, അന്യൻ്റെ ശുശ്രൂഷയെ മോഹിക്കരുത്, അന്യൻ്റെ ഒന്നും മോഹിക്കരുത്. കേട്ടവൻ ആമേൻ പറഞ്ഞോട്ടെ. ദാവീദ് തന്ത്രരൂപത്തിൽ ഓ ബെർശേബയെ അടിച്ചു മാറ്റി. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, തന്ത്രത്തിൽ അല്ല ദൈവസഭ പണിയേണ്ടത്. ചിട്ടി കമ്പനിയാണ് തന്ത്രത്തിൽ പണിയുന്നത്. വെളിപ്പാട് കൊണ്ടാണ് സഭ പണിയുന്നത്. വെളിപ്പാട് കൊണ്ട് പണിതു നോക്ക്. ഒരു ബന്ധുണ്ടാക്കുന്നവനും ഒരു ഹർത്താൽ ഉണ്ടാക്കുന്നവനും ദൈവത്തിന്റെ സഭയെ തകർക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. ഒരു പാതാള ഗോപുരങ്ങൾക്ക് ദൈവത്തിന്റെ സഭയെ തകർക്കാൻ ഒരിക്കലും കഴിയത്തില്ല. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതേ ദാവീദ് ഊരിയാവിനെ കൊന്ന് അവന്റെ ഭാര്യയെ അടിച്ചു മാറ്റി. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ അവന്റെ കുടുംബത്തിൽ ശാപം കടന്നു വന്നു. നമ്പർ 3, നീ ആരാണെങ്കിലും, നീ എത്ര വലിയ അഭിഷിക്തനാണെങ്കിലും, നീ എത്ര വലിയ സങ്കീർത്തനം എഴുതിയാൽ, നീ എത്ര മ്യൂസിക് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചാൽ, നീ എത്ര വലിയ അതേ ദാവീദിന്റെ കൂടാരമെന്ന് പറയുന്ന ആരാധന മണ്ഡലം ഉണ്ടാക്കിയാൽ, നീ എത്ര ഉന്നതനെങ്കിൽ മനസ്സിലാക്കണം, വേറൊരുത്തനെ പാര പണിതാൽ എൻ്റെ ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ല. വേറൊരുത്തനെ പാര പണിതാൽ ആ ശാപം നിന്റെ ജീവിതത്തിൽ വരും. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ആരെയും മുറിക്കരുത്. ഒന്ന് പറഞ്ഞാട്ടെ, ആരെയും മുറിക്കല്ല. മോത്തോക്കി പറ, ആരെയും മുറിക്കല്ല, ആരെയും മുറിക്കല്ല. ആരെയും മുറിക്കാനായി ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. പൊന്ന് ദൈവദാസന്മാരെ, നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ, നിങ്ങളെ തൂക്കി നോക്കാൻ ദൈവം എന്നെ വിളിച്ചിട്ടില്ല. നിങ്ങളെ മുറിവ് കെട്ടാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ മുറിക്കുന്നവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. വാക്കിലും പ്രവൃത്തിയിലും കമ്മിറ്റിയിലും കൗൺസിലിലും അതേ സ്തോത്രം, മറ്റുള്ളവരെ മുറിക്കുന്നവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. അത് നിനക്കും നിന്റെ സന്തതിക്കും നല്ലതല്ലേ അല്ല. ദൈവസഭയ്ക്കകത്ത് കയറി പൊളിറ്റിക്സ് കളിക്കുന്ന പെന്തിക്കോസ് മുതലാളിമാർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? മനസ്സിലാക്കണം, സഭ നിന്റെ കൊച്ചപ്പന്റെ വകയല്ല, സഭ ദൈവത്തിന്റെ വകയാണ്. സാമേ, അടുത്ത വർഷം നീ എന്നെ വിളിക്കത്തില്ലടാ. സ്തോത്രം, അതെ, യേശുവിന്റെ നാമത്തിൽ സഭ ദൈവത്തിൻ്റെതാണ്. ഇതിനകത്ത് കയറി സ്തോത്രം, അതെ, ഇതിനകത്ത് കയറി തരികട കാണിച്ചാൽ എൻ്റെ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ വിതയ്ക്കുന്നതാണ് നീ കൊയ്യുന്നത്. വർഷങ്ങൾക്കും എൻ്റെ മമ്മി, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മമ്മി ഭയങ്കര CSE കാരിയായിരുന്നു അന്ന്. സ്തോത്രം, ഇന്നല്ലെങ്കിലും സ്തോത്രം, അതെ, അന്ന് മമ്മി എന്നോട് പറഞ്ഞു, മക്കളെ, നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കഥ മമ്മി പറഞ്ഞു തരും, ഒരിക്കലും മറക്കരുത്. മമ്മി
അമ്മി പറഞ്ഞ കഥ ഇതാണ്. പിന്നെ പണ്ട് നമ്മുടെ നാട്ടില് ആശാരി ഉപദേശി എന്ന് പറയുന്ന ഒരു പാറശാലക്കാരൻ വന്ന് വലിയൊരു യോഗം നടത്തി. ആശാരി ഉപദേശി. നമ്മളെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ ചത്തുപോയിട്ടാണ് നല്ലതെന്ന് പറയുന്നത്. സ്തോത്രം. ജീവനോടെ ഇരിക്കുമ്പോൾ ഒരുത്തൻ നല്ലവനെന്ന് പറയത്തില്ല. ജീവനോടെ ഇരിക്കുമ്പോൾ അവന് സ്വസ്ഥത കൊടുത്തെങ്കിൽ അവൻ 2 കൊല്ലം കൂടെ ജീവിച്ചിരുന്നേനെ. നമ്മൾ ചാകാൻ കാത്തിരിക്കുക അവനെ വിശുദ്ധനെന്ന് പല പ്രസ്ഥാനങ്ങളുടെ സ്തോത്രം മണ്ടയ്ക്ക് കയറി നിന്ന് നമ്മൾ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കാൻ. ആശാരി ഉപദേശിയെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം. പുള്ളി ജീവിച്ചിരുന്നെങ്കിൽ വേറെ എത്രയും പേര് കൈ ഉയർത്തുമെന്ന് എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. സ്തോത്രം. ആശാരി ഉപദേശി വന്ന് ഭയങ്കര ഒരു യോഗം നടത്തുക. ഭയങ്കര യോഗം. ആ യോഗത്തിന് പാടുകയാണ് യേശുവിൻ നാമത്തിൽ അത്ഭുത ശക്തി. അടിച്ചുവിട്ട് പാട്ട് പാടുകയാണ്. ആ പാട്ട് പാടി എല്ലാവരും ആത്മാവിൽ ആരാധിച്ചു. സ്തോത്രക്കാഴ്ച നേരമായപ്പോ അദ്ദേഹം സ്തോത്രം ഇതുപോലെയല്ല. ഇവിടെ സ്തോത്രക്കാഴ്ച പാത്രം വന്നിട്ടാണ് പ്രാർത്ഥിച്ചത്. പുള്ളി പ്രാർത്ഥിച്ച് സ്തോത്രക്കാഴ്ച പാത്രത്തെ വിട്ട് സ്തോത്രക്കാഴ്ച കളക്ട് ചെയ്ത സംഭവം തിരിച്ചു വന്നപ്പോൾ ഒരു സ്തോത്രക്കാഴ്ച പാത്രത്തിൽ ഭയങ്കര ഉണർവ്. അതുമാത്രം ചലിക്കുന്ന. ബാക്കിയുള്ളതെല്ലാം ഏകദേശം ഇതുപോലെ തന്നെ നിർജീവമായിരിക്കുമ്പോൾ അത് മാത്രം ചലിക്കുന്ന പുള്ളി ആ പാത്രത്തെ എടുത്ത് നോക്കിയപ്പോൾ ഇതെന്തിനാ ചലിക്കുന്നത്? ഇതിൽ മാത്രം ചലനം എന്താണ്? അപ്പോൾ കണ്ടു ഒരു തവളയെ ഒരുത്തൻ 2 കാലും കെട്ടി സ്തോത്രക്കാഴ്ച പാത്രത്തിൽ ഇട്ടേക്കുകയാണ്. ഒരു തവളയെ കെട്ടി സ്തോത്രക്കാഴ്ച പാത്രത്തിൽ ഇട്ടേക്കുകയാണ്. ആശാരി അല്ലയോ പുള്ളി? സ്തോത്രം. അദ്ദേഹം ഉയർത്തിയിട്ട് പറഞ്ഞു, ദൈവമക്കളെ, ഒരുത്തനിതാ ദൈവത്തിന് തവളയെ കൊടുത്തിരിക്കുന്നു. നമുക്കവന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ തവളയെ ഉയർത്തിപ്പിടിച്ച മഹായോഗം പ്രാർത്ഥിച്ചു. തമ്പുരാനെ, നിനക്ക് വേണ്ടി ഒരുത്തനിതാ തവളയെ തന്നിരിക്കുന്നു. ഈ തവളയെ ഞാൻ അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. അതേ തിരുവനന്തപുരംകാരനായ ഒരു വല്ലാത്ത കുബുദ്ധി. സ്തോത്രം. അവനാണ് ഇത് കെട്ടിവിട്ടത്. അവന്റെ ഭാര്യ അന്ന് ഗർഭിണിയായിരുന്നു കേട്ടോ. അവന്റെ ഭാര്യ അന്ന് ഗർഭിണിയായിരുന്നു. 4 മാസം കൂടെ കഴിഞ്ഞപ്പോ ആ കുട്ടിയെ പ്രസവിച്ചു. സ്തോത്രം. അതെ, ആ കുട്ടിയെ പ്രസവിച്ച് കണ്ണുണ്ട്, സ്തോത്രം, ചെവിയുണ്ട്, നാക്കുണ്ട്, മൂക്കുണ്ട്. പക്ഷേ സ്തോത്രം 3 മാസമായി 6 മാസമായി ആ കുഞ്ഞ് സ്തോത്രം നേരെ കിടക്കത്തില്ല. തവള പോലെ കിടക്കത്തുള്ളൂ. കമോൺ, തവള പോലെ കിടക്കത്തുള്ളൂ. ആരെ പോലെ? തവള പോലെ കിടക്കത്തുള്ളൂ. തവള പോലെ കമന്നേ കിടക്കത്തുള്ളൂ. കട്ടക്കട വാ, ഞാൻ കാണിച്ചു തരാം. 53 വയസ്സ് പ്രായമുണ്ട് ആ ചെറുക്കന്. ഞാൻ പുരുഷന് ഇപ്പോഴും തവള പോലെ കിടക്കത്തുള്ളൂ. ഓർത്തോളണം. പൊളിറ്റിക്സ് കളിക്കുന്നവൻ ഇന്ന് രാത്രി നിർത്തിക്കൊള്ളണം. നീ എവിടെ ഇരുന്ന് ഓൺലൈൻ വാച്ച് ചെയ്താലും നിർത്തിക്കൊള്ളണം. എനിക്ക് കുമ്പനാണ് പിടി, എനിക്ക് പുനലൂരാണ് പിടി, സ്തോത്രം, എനിക്ക് മുളക്കുഴയാണ് പിടി എന്നല്ല നീ പറയേണ്ടത്. എൻ്റെ പിടി സൈഡിലല്ല. എൻ്റെ പിടി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മരണമില്ലാതെ ജീവിക്കുന്ന എൻ്റെ കർത്താവിനാണ് എനിക്ക് പിടി. നിർത്തിക്കൊള്ളണം യേശുവിൻ്റെ നാമത്തില്. ഹല്ലേലൂയ. പൊളിറ്റിക്സ് ഇടതുപക്ഷ പാർട്ടിയിൽ നിർത്ത്. പൊളിറ്റിക്സ് വലതുപക്ഷത്തിൽ നിർത്ത്. പൊളിറ്റിക്സ് 3-ാം മുന്നണി നിർത്ത്. നിനക്ക് പൊളിറ്റിക്സ് അല്ല വേണ്ടിയത്, നിനക്ക് ദൈവവചനമാണ് വേണ്ടിയത്. കമോൺ, യേശുവിന്റെ നാമത്തിൽ എല്ലാ പൊളിറ്റീഷ്യൻ ഇന്ന് രാത്രി പുറത്തു വന്നാട്ടെ. ദൈവസഭയ്ക്ക് ഇലക്ഷൻ അല്ല, ദൈവസഭയിൽ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ സെലക്ഷൻ അത്രേ. മറ്റുള്ളവനെ പാരപണിയുന്നെങ്കിൽ, മറ്റുള്ളവനെ കരയിപ്പിക്കുന്നെങ്കിൽ അത് നിനക്ക് ശാപമാണ്. മരുമക്കളെ കരയിപ്പിക്കുന്ന അമ്മമാർ ഇന്ന് രാത്രി എന്നെ വന്നിട്ടുണ്ടോ? മരുമക്കളെ കരയിപ്പിക്കുന്ന അമ്മായിയമ്മമാർ എന്നെ കേൾക്കുന്ന എനിക്ക് നേരെ കണ്ടുകൂടാ. സ്തോത്രം. അതേ, അമ്മായിയമ്മമാരെ കരയിപ്പിക്കുന്ന മരുമക്കൾ വന്നിട്ടുണ്ടോ? പാസ്റ്റർമാരെ കരയിപ്പിക്കുന്ന വിശ്വാസികൾ വന്നിട്ടുണ്ടോ? അച്ഛാ, ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേരളത്തിൽ ഒരു 12 കൊല്ലം മുമ്പ് ഒരു ദൈവദാസൻ സ്തോത്രം നിങ്ങളെ പ്രസ്ഥാനം ട്രാൻസ്ഫർ എടുത്ത് അയാളെ ഒരിടത്താക്കി. ഇവിടെ നിന്ന് ഒരു 45 കിലോമീറ്റർ അപ്പുറം ആ ദേവദാസൻ അവിടെ പോയപ്പോഴേക്കും ആ ചർച്ചിന്റെ ആയുഷ്കാല വരിസംഖ്യ പോലെ എന്നെന്നും ആജീവനാന്ത സെക്രട്ടറി ആയിരുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം പുള്ളി ഒരു 16 കൽപ്പന എഴുതി. കർത്താവിന് പോലും 10 കൽപ്പനയുള്ളൂ. ഈ പുള്ളിക്ക് 16 കൽപ്പന എഴുതി പാസ്റ്റർ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, പിന്നെ താൻ ഇതേ വാക്കോ ഉപയോഗിച്ച് താൻ
ഇരിക്കുന്ന കസേരയിൽ മുള്ളു മുളയ്ക്കാതിരിക്കണമെങ്കിൽ ഇതങ്ങ് അനുസരിക്കണം. 16 കൽപ്പന കൊടുത്തു. ദൈവദാസൻ്റെ ഉള്ളു പിടഞ്ഞു. അദ്ദേഹം സഭായോഗം കഴിഞ്ഞ് പ്ലാസ്റ്റിക് ചിരികിൽ പ്രൈസ് ലോർഡ് സുഖമാണ്, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ആ കടലാസ് എടുത്ത് വീട്ടിലേക്ക് സ്തോത്രം പാസനേജിനകത്തേക്ക് വിളിച്ച് തൻ്റെ 3 മക്കളെ വിളിച്ച് ഭാര്യയെ വിളിച്ചു. മക്കളെ, ഇങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട് കേട്ടോ. നമുക്ക് 16 കൽപ്പന ഇങ്ങനെ ഒരു പേപ്പർ പപ്പാക്കി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഈ പേപ്പർ അങ്ങ് മേലോട്ട് കൊടുക്കാം. ദൂതാണ് ഇന്ന് രാത്രി. പ്രസംഗിക്കാനല്ല ഞാൻ വന്നേ, ദൂത് പറയാനാണ് ഞാൻ വന്നത്. നമുക്ക് ഈ പേപ്പർ അങ്ങ് മേലോട്ട് കൊടുക്കാം. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമേ, നിന്റെ കയ്യിൽ ഞാൻ ഈ ദൂതിനെ സമർപ്പിക്കുന്നു. സ്തോത്രം. സ്തോത്രം, നിന്റെ കയ്യിൽ ഈ പേപ്പറിനെ സമർപ്പിക്കുന്നു. അപ്പോഴേക്കും അച്ചാനുണ്ടല്ലോ പഴയ സ്തോത്രം. അതെ, ആ കൈനറ്റിക് ഹോണ്ട സ്കൂട്ടറിൽ വീട്ടിൽ 2 കാറുണ്ട്. പക്ഷേ തൊട്ടടുത്തായതുകൊണ്ട് അച്ചായൻ 2 വീലറിലെ വരത്തുള്ളൂ സഹായത്തിന്. 2 കാറുണ്ട്. നാക്കി അച്ചായൻ സ്തോത്രം. അതെ, 2 വീലറെ പുള്ളി സഹായത്തിന് വരത്തുള്ളൂ. സ്തോത്രം. 2 വീലറിന് അദ്ദേഹം തിരിച്ചു പോയപ്പോഴേക്കും അതേ സ്തോത്രം ഭാര്യയോട് പെണ്ണുപിള്ളയോട് പറഞ്ഞു, അയാൾക്ക് ഞാൻ കൊടുത്തടി, ഞാനത് കൊടുത്തു. ഇനി 3 വർഷത്തേക്ക് പുള്ളി വാലൊന്നും പോക്കത്തില്ല. ഇത് പറയേ. അവിടെ കുറച്ച് കട്ടറുണ്ടായിരുന്നു. അവിടെ കുറച്ച് ആ കട്ടറിൽ വണ്ടി ഒന്ന് കുടഞ്ഞു. അമ്മാമ്മ റോഡിന് വെളിയിലേക്ക് വീണു. അച്ചായൻ റോഡിലേക്ക് വീണു. എതിരെ ഒരു ട്രക്ക് വന്നു. തലയിലൂടെ കയറി ഇറങ്ങി. പെട്ടിയിൽ മൃതശരീരം കാണാൻ കഴിയാതെ സാമയാമാം നാട്ടുകാർ മുഴുവൻ പാടി പട്ടി അടക്കുന്നത് പോലെ അടക്കേ. ഇന്ന് രാത്രി ഓർത്തു, യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെ മുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പേപ്പർ മേലോട്ട് കൊടുക്ക്, വിഷയം മേലോട്ട് കൊടുക്ക്, വിഷയം മേലോട്ട് കൊടുക്ക്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ സഹോദരനെ, മുറിക്കാൻ ദൈവം എന്നെ വിളിച്ചിട്ടില്ല, മുറിവ് കെട്ടുവാനാണ് വിളിച്ചിട്ടുള്ളത്. മുറിവ് കെട്ടുവാനാണ് വിളിച്ചിട്ടുള്ളത്. 2 കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചോട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നെ കരയിപ്പിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടിയുണ്ട്. നിന്നെ ആരെയും വേദനിപ്പിക്കുന്നുവെങ്കിൽ, നിന്നെ വിമർശിച്ചുവെങ്കിൽ, കൂടെ നിന്ന് കുതികാൽ വട്ടിയെങ്കിൽ, പരിഹസിച്ചുവെങ്കിൽ, മനസ്സറിയാത്ത കള്ളക്കഥകൾ നിനക്കെതിരെ പറഞ്ഞു വരുത്തുന്നെങ്കിൽ, യുദ്ധം നിന്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. യുദ്ധം ദൈവത്തിൻ്റെതത്രേ. യുദ്ധം ദൈവത്തിൻ്റെതാണ്. ജയം നിന്റെതാണ്. യുദ്ധം ദൈവത്തിൻ്റെതാണ്. ജയം നിന്റെതാണ്. വിശ്വസിക്കുന്ന അധരങ്ങളെ തുറന്ന് 2 കരങ്ങൾ അടിച്ച് ഈ രാത്രി ദൈവജനം ദൈവത്തെ സ്തുതിക്ക്. യുദ്ധം ദൈവത്തിൻ്റെത്, ജയം നിന്റെത്. അവസാനമായി 2 മിനിറ്റ് കൊണ്ട് നിർത്തട്ടെ. 4ാമതായി അവസാനമായി the cause of the curse. ശാപത്തിന്റെ 4ാമത്തെ അവസാനത്തെ കാര്യമാണ് വാക്കുകൾ. കാരണം സദൃശവാക്യം 18:21 പറയുന്നു. സദൃശവാക്യം 18:21 നാവിന്റെ അധികാരത്തിൽ മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ജോലി ബാക്കി എന്തുവാ? അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കുക. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കുക. നിന്റെ നാവില് മരണമുണ്ട്, ജീവനുമുണ്ട്. മറ്റൊരർത്ഥം, നിന്റെ നാവില് ശാപമുണ്ട്, അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ തീരുമാനിക്കണം, ഞാൻ ഇനി ശാപം പറയത്തില്ല, ഞാൻ അനുഗ്രഹമേ പറയത്തുള്ളൂ. നിന്നെ നോക്കി നീ അനുഗ്രഹം പറ, ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഇതെൻ്റെ വർഷമാണ്, എൻ്റെ ആരോഗ്യത്തിൻ്റെ വർഷമാണ്, എൻ്റെ സൗഖ്യത്തിൻ്റെ വർഷമാണ്, വാതിലുകൾ തുറന്ന വർഷമാണ്. തുള്ളനും വെട്ടിക്കളിയും പച്ചപ്പുഴും വീട്ടിലും നഷ്ടപ്പെടുത്തിയത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരികെ പിടിക്കുന്ന വർഷമാണ്. എൻ്റെ തഴപ്പിൻ്റെ വർഷമാണ്, എൻ്റെ വളർച്ചയുടെ വർഷമാണ്, എൻ്റെ പച്ചപ്പിൻ്റെ വർഷമാണ്, എൻ്റെ ഗമനത്തിൻ്റെ വർഷമാണ്, എൻ്റെ ആക്സിലറേഷൻ വർദ്ധിക്കുന്ന വർഷമാണ്, എൻ്റെ മൊമെന്റം വർദ്ധിക്കുന്ന വർഷമാണ്. ഇത് ഉണർവിന്റെ വർഷമാണ്. ഇത് കൃപാവരങ്ങളുടെ വർഷമാണ്. ഇത് കൃപയുടെയും അതേ സഭാ വളർച്ചയുടെയും വർഷമാണ്. 1000 രക്ഷിക്കപ്പെടുന്ന ഞാൻ കാണുവാൻ പോകുകയാണ്. 1000 സ്നാനപ്പെടുന്ന ഞാൻ കാണുവാൻ പോകുകയാണ്. എൻ്റെ ബെസ്റ്റ് ആത്മീയ ശുശ്രൂഷയുടെ ജീവിത ഏരിയയിലേക്ക്, എൻ്റെ ബെസ്റ്റ് അതേ ശുശ്രൂഷയുടെ മണ്ഡലത്തിലേക്ക് ഞാൻ കയറുന്ന വർഷമാണ്. തിന്മ പറയല്ലേ, നന്മ പറഞ്ഞോട്ടെ. കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ പോലും തന്നെക്കുറിച്ച് തിന്മ പറഞ്ഞില്ല. യേശു തന്നെക്കുറിച്ച് നന്മയാണ് പറഞ്ഞത്, ഉയർപ്പാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഓ ബ്രദർ സുരേഷ് ബാബു, അപ്പം മറ്റുള്ളവർ എനിക്കെതിരെ തിന്മ പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യും? ഞാൻ എന്നെക്കുറിച്ച് നന്മ പറയാം, മറ്റുള്ളവർ പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? സാരമില്ല. മറ്റുള്ളവർ പറയുന്നത് തമ്പുരാൻ നോക്കിക്കൊള്ളും. നീ അവൻ്റെ കാര്യം നോക്ക്. മറ്റുള്ളവർ നിനക്കെതിരെ പറയുന്നത്
ദൈവം നോക്കിക്കൊള്ളു. ഓ കമോൺ, എത്ര പേർ പറയുന്നു സ്തോത്രം. മറ്റുള്ളവർ നിനക്കെതിരെ പറയുന്നവർ, അകന്ന് നിന്ന് പറഞ്ഞാലും ശരി, അടുത്ത് നിന്ന് പറഞ്ഞാലും ശരി, മറ്റുള്ളവർ തിന്മയ്ക്ക എന്തെങ്കിലും പറഞ്ഞാൽ ദൈവം നോക്കിക്കൊള്ളു. അടുത്ത് നിന്നവർ പോലും തിന്മ പറഞ്ഞിട്ട് കൃപയിൽ ചാരിയവൻ നഷ്ടപ്പെട്ടില്ല. ഒരിക്കൽ കൂടെ പറയാം, അടുത്ത് നിന്നവൻ പോലും തിന്മ പറഞ്ഞിട്ട് കൃപയിൽ ചാരി നിന്നവൻ പട്ടുപോയില്ല. അടുത്ത് നിന്നവർ സ്വന്തം അപ്പൻ ഒരുവനെതിരെ ഇതാ സംസാരിക്കുകയാണ്. അപ്പൻ ലേവിയെ നോക്കി ഇവണ്ണം പറഞ്ഞു, ലേവി ശപിക്കപ്പെട്ടവൻ. ഏതപ്പൻ ഏത് വീട്ടിൽ നിന്ന് ഏത് ലേവിക്കെതിരെ ശാപം പറഞ്ഞു? സ്വർഗത്തിലെ കർത്താവ് സ്വന്തം അപ്പൻ പറഞ്ഞ ശാപത്തെ ക്യാൻസൽ ചെയ്തിട്ട് അതേ കുടുംബത്തിന് അവനെ പുരോഹിതനാക്കി. അപ്പന്മാർ നിനക്കെതിരെ ശാപം പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി അത് അറ്റുപോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ പറയും, ഓ ബ്രദർ, എന്നെ ശപിച്ചത് അപ്പനല്ല, എന്നെ ശപിച്ചത് അമ്മയാണ്. സാരമില്ലെന്നേ, സാരമില്ല. സ്വന്തം അമ്മ മറന്നാലും മറക്കാത്തവനാണ് കർത്താവ്. ഒരു അമ്മ ഒരു ചെറുക്കൻ ഒരു പ്രവചന ദൂത് പോലെ ഒരു പേരിട്ടു. ഇവനൊരു ദുഃഖത്തിൻ്റെ മകനാണ്, ഇവൻ എന്നും കരയുമെന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു. യബേസ് കുടുംബയോഗത്തിനല്ല പോയത്, യബേസ് പോലീസ് സ്റ്റേഷനിലല്ല പോയത്, യബേസ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയി. കമാൺ കമാൺ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുക്കാനുള്ളവർ മാത്രം കരങ്ങളൊന്നും ഉയർത്തിയോ കൊള്ളായിരുന്നു. ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്കല്ല, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക്. ഇസ്രായേലിൻ്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു, യാക്കോബിനെ ഇസ്രായേലാക്കി തീർത്ത ദൈവമേ, ഈ എന്നെയും ഒന്ന് മാറ്റണമേ. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവനെ സഹോദരന്മാരെ പോലെ അല്ല ആക്കിയത്. അങ്ങനെയെങ്കിൽ നാച്ചുറൽ സ്വാഭാവികം എന്ന ദൈവം സൂപ്പർ നാച്ചുറലായ ഒരു വിടുതൽ അവൻ്റെ ജീവിതത്തിൽ ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ ശാപത്തിൽ ബന്ധിക്കപ്പെട്ടവൻ്റെ കെട്ടുകൾ ഇന്ന് രാത്രി അടിയുന്നു. നാച്ചുറൽ അല്ല നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി മുതൽ കാര്യങ്ങൾ നടക്കുന്നത് സൂപ്പർ നാച്ചുറലി. പ്രകൃത്യാതീതമായ വിടുതൽ, പ്രകൃത്യാതീതമായ വിശാലത, പ്രകൃത്യാതീതമായ ദൈവപ്രവൃത്തി നിന്റെ വീട്ടിൽ, നിന്റെ തലമുറയിൽ, നിന്റെ മക്കളിൽ സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. കാരണം എന്റെ ദൈവം സാധാരണക്കാരനല്ല, അവൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. കമാൺ കമാൺ കമാൺ, അന്യഭാഷ പറയുന്ന നന്നാ പറഞ്ഞോട്ടെ, സ്തോത്രം പറയുന്നവർ നന്നാ പറഞ്ഞോട്ടെ. അവൻ സഹോദരന്മാരെ പോലെയല്ലായത്, അവൻ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി, സഹോദരന്മാരെ പോലെയല്ല, സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ പ്രവചിച്ചു പറയട്ടെ. നിന്റെ കസിൻസിനെ പോലെയല്ല നീ, നിന്റെ കുടുംബക്കാരെ പോലെയല്ല നീ, നിന്റെ കൂടെ പഠിച്ചവരെ പോലെയല്ല നീ, നിന്റെ കൂടെ കളിച്ചു വളർന്നവരെ പോലെയല്ല നീ. അവർക്കില്ലാത്ത നന്മ നീ ചുമക്കാൻ പോകുന്നു, അവർക്കില്ലാത്ത അഭിഷേകം നീ ചുമക്കുവാൻ പോകുന്നു. നീ ശാപം ചുമന്ന് നടക്കുന്നത് ഈ പത്തനാപുരത്ത് ഈ അടൂര് വരുമ്പോൾ ഞാൻ കാണത്തില്ല. ഈ തലമുറയിൽ ഇന്ന് രാത്രി മുതൽ ദൈവത്തിന്റെ കൃപയാൽ നിന്റെ വീട്ടിലും നിന്റെ നാട്ടിലും മറ്റാർക്കുമില്ലാത്ത അനുഗ്രഹം 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 നീ ചുമന്ന് നടക്കുന്നത് ഞാൻ കാണുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ എഴുന്നേറ്റുന്ന നാട്, വിശ്വസിക്കുന്നവർ എഴുന്നേറ്റുന്ന നാട്, വിശ്വസിക്കുന്നവർ എഴുന്നേറ്റുന്ന നാട്. ശാപങ്ങൾ പൊട്ടി മാറട്ടെ, പകരം ദൈവത്തിന് അനുഗ്രഹം വെളിപ്പെടട്ടെ. ശാപങ്ങൾ മാറട്ടെ, അനുഗ്രഹം വെളിപ്പെടട്ടെ. 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. എത്ര പേർ കരങ്ങൾ ഉയർത്തി പറയുന്നു, അതേ ബ്രദർ, ആ അനുഗ്രഹം എനിക്കുള്ളത്, അനുഗ്രഹം എനിക്ക് വേണമെന്നല്ല, ഓൾറെഡി നിന്റെ മേലുണ്ട്. ആത്മാവിൽ നിറയപ്പെട്ട ജനത്തിൽ ഓൾറെഡി അത് വന്നു കഴിഞ്ഞു, നീ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അനുഗ്രഹമാണ് നീ ചുമന്ന് നടക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം, ഞാൻ അനുഗ്രഹത്തിനുള്ളതെന്ന് വിശ്വസിക്കുന്നവർ 2 കരങ്ങൾ നന്നായി ഉയർത്തിയാട്ടെ. ആ കൈകൾ ഉയർത്തിയവർ കൈ താഴ്ത്തിയിടല്ലേ, ആ കൈ ഉയർത്തിയവർ വേഗത്തിൽ മുന്നിൽ വന്ന്, ആ കരങ്ങൾ ഉയർത്തിയവർ വേഗത്തിൽ മുന്നിൽ വന്നാട്ടെ. വരിക മുന്നിലേക്ക്, വരിക മുന്നിലേക്ക്. നൊമ്പരങ്ങളുമായി വന്നേ, ദുഃഖങ്ങളുമായി വന്നേ, ശാപത്തിൽ നിന്ന് പുറത്തു വരികയാണ്, ബന്ധനത്തിൽ നിന്ന് പുറത്തു വരികയാണ്. ഒറ്റ വ്യക്തി പോലും അവിടെ നിൽക്കരുത്. വരിക മുന്നിലേക്ക്. എല്ലാ പെന്തിക്കോസുകാരും, എല്ലാ സ്നാനപ്പെട്ടവരും, എല്ലാ ആത്മാവിൽ നിറഞ്ഞവരും, എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരും, എല്ലാ യൂത്ത് ലീഡേഴ്സും, സകലരും ദൈവത്തിന്റെ സന്നിധിയിൽ മുന്നിൽ വന്നാട്ടെ. വേഗത്തിൽ മുന്നിൽ വാ, വേഗത്തിൽ മുന്നിൽ വന്നാട്ടെ, വേഗത്തിൽ മുന്നിൽ വന്നാട്ടെ. വരിക വരിക. ആരും പകുതി വഴിയിൽ വന്ന് നിൽക്കരുത്. ആ കാറിനരികിൽ നിൽക്കുന്നവർ, ആ ഗേറ്റിനരികിൽ നിൽക്കുന്നവർ വരിക. കർത്താവ് യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ കരത്തിലേക്ക് ഇന്ന് രാത്രി ഈ സ്തോത്രം അത് വേഗത്തിൽ വന്നാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. മോചനം വീണ്ടും ജനനവും നിജഭാവി എന്നിൽ വർഷിപ്പാൻ. വേഗത്തിൽ വന്നേ. മോചനം
വീണ്ടും ജനനവും നിജഭാവിയെന്നിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും തന്നു മോചനം വീണ്ടും ഒരിക്കൽ കൂടെ നിന്നാത്മാവിന്റെ ദാനവും തന്നു ഇരുകരങ്ങൾ ഉയർത്തി നിൻ കരങ്ങളെ ഉയർത്തി കണ്ണുകളെ നിർബന്ധമായി അടച്ചാണ് സ്തുതിച്ചു നന്നേ ഏത് ഗ്രൗണ്ട് മറക്ക്, ആര് പ്രസംഗിച്ചു മറക്ക്, എവിടെ നിൽക്കുന്നു മറക്ക്, എല്ലാം മറക്ക്. നീയും കർത്താവ് മാത്രം എന്ന് ഞാൻ മാത്രം കരയുന്നു, എന്ന് ഞാൻ മാത്രം വേദനിക്കുന്നു, എന്ന് എനിക്ക് മാത്രം ദുഃഖം. അപ്പൻ എന്നെ ശപിച്ചു, അമ്മ എന്നെ ശപിച്ചു, എന്നും എനിക്ക് മാത്രം പ്രതിസന്ധി, എന്നും എനിക്ക് മാത്രം തിരസ്കരണം, എന്നും എനിക്ക് മാത്രം മുറിവുകൾ എന്ന് പറയുന്നത് മൗനമായി പ്രാർത്ഥിക്കല്. എന്റെ വീട്ടിന് മാത്രം കെട്ടുകള്, എന്റെ വീട്ടിൽ മാത്രം ബന്ധന, എന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രം ബന്ധന. ആരൊക്കെയോ അനുഗ്രഹിക്കപ്പെട്ടു, ആരൊക്കെയോ ഉയർന്നു, പക്ഷെ ഞാൻ മാത്രം പറയുന്നത് പോലെ തകരുന്നു എന്ന് പറയുന്നവർ കണ്ണുകൾ അടച്ച് യേശുവിന്റെ മുമ്പിൽ കരയുവാൻ ലജ്ജിക്കരുത്. പ്രസംഗം കഴിഞ്ഞു ഇനി നിങ്ങളെ പരിശുദ്ധാത്മാവ്, പ്രസംഗം കഴിഞ്ഞു ഇനി നിങ്ങളെ പരിശുദ്ധാത്മാവ്, പ്രസംഗം കഴിഞ്ഞു ഇനി നീയെ പരിശുദ്ധാത്മാവ്. വായു തുറന്ന് പ്രാർത്ഥിക്കുക. അപ്പാ വിടുവിക്കണമേ, അപ്പച്ചനെ വിടുവിക്കണമേ, എന്നെ ഓർക്കണമേ. 2018 വരെ ഒന്നും നടന്നില്ല. 2019 എന്റെ വർഷമാണ്. എന്റെ കൈ അവിടെ നിന്ന് മുറുക്ക പിടിക്കണമേ, എന്റെ കൈയെ അവിടെ നിന്ന് മുറുക്ക പിടിക്കണമേ. ഞാൻ അങ്ങനെ പിടിച്ചാൽ അത് വഴുകി പോകും. അവിടെ നിന്ന് എന്നെ പിടിക്കണമേ. കരങ്ങൾ ഉയർത്തി അവിടെ നിന്ന് എന്നെ പിടിക്കണമേ, അവിടെ നിന്ന് എന്നെ പിടിക്കണമേ. നടത്തണമേ. വായു തുറന്ന് പ്രാർത്ഥിക്കുക, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. ശാപങ്ങൾ തകരുന്ന നേര്, ശാപങ്ങൾ ഉടയുന്ന നേര്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ വിടുതൽ നടക്കുന്നു. നീ ഇവിടെ നിന്ന് രാത്രി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. സകല ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ, അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി പൊട്ടിമാറട്ടെ. In Jesus name. അറിഞ്ഞതാകട്ടെ, അറിയാത്തതാകട്ടെ, in the name of Jesus. സകല ബന്ധനങ്ങള്, സകല കെട്ടുകള് യേശുവിന്റെ നാമത്തില് ഈ ജനത്തിൽ നിന്ന് ഉടഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ രക്തത്താല്, യേശുവിന്റെ രക്തത്താല്, യേശുവിന്റെ രക്തത്താല്, യേശുവിന്റെ രക്തജയം, യേശുവിന്റെ രക്തജയം, യേശുവിന്റെ രക്തജയം, യേശുവിന്റെ രക്തജയം. ശക്തിയോടെ കരങ്ങളെ അടിച്ചല്യ ഭാഷ പറ, കരങ്ങളെ അടിച്ചല്യ ഭാഷ പറ. ശക്തിയോടെ, ശക്തിയോടെ ആ ചങ്ങലകൾ ഉടയുന്ന ശാപക്കൂടുകള്, ശാപക്കെട്ടുകള് യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി ഉടഞ്ഞു മാറുന്നു. ആ കൂടുകൾ പൊളിഞ്ഞു നീങ്ങുന്നു. വിടുതൽ, വിടുതൽ, വിടുതൽ. വ്യക്തികൾക്ക് വിടുതൽ, കുടുംബങ്ങൾക്ക് വിടുതൽ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മണ്ണിന്റെ ശാപം പോകട്ടെ, വിണ്ണിന്റെ അനുഗ്രഹം പൊഴിയട്ടെ. മണ്ണിന്റെ ശാപം പോകട്ടെ, വിണ്ണിന്റെ അനുഗ്രഹം പൊഴിയട്ടെ. എല്ലാ വ്യക്തികളില്, എല്ലാ വിദ്യാഭ്യാസങ്ങളില്, എല്ലാ ഭാവികളില്, എല്ലാ ശുശ്രൂഷകളില്, എല്ലാ വ്യക്തിപരമായ ജീവിതത്തില്, എല്ലാ കുടുംബങ്ങളില്, എല്ലാ ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ. അപ്പന്റെ രോഗം ഇനി വേണ്ട, അമ്മയുടെ രോഗം ഇനി വേണ്ട, പൂർവികരുടെ ശാപം ഇനി വേണ്ട. പരിശുദ്ധാത്മാവിന്റെ എൻ്റെ മുൻപിൽ ബെഞ്ചമിൻ എന്നുള്ള പേരുള്ള കാണിക്കുന്നു. ബെഞ്ചമിൻ, നിന്റെ മേൽ വിടുതൽ വരികയാണ്. ഇൻ ജീസസ് നെയിം വിടുതൽ വരികയാണ്, വിടുതൽ വരികയാണ് യേശുവിന്റെ നാമത്തിൽ. ബെഞ്ചമിൻ, ഇൻ ജീസസ് നെയിം. പലതിന്ന് രാത്രി തകരുകയാണ്, പലതിന്ന് രാത്രി തകർന്നു മാറുകയാണ്. ഇംഗ്ലീഷ് അക്ഷരം എം എന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന ഒരു സഹോദരി എന്ന് രാത്രി ഇവിടെ നിൽക്കുന്നു. നിനക്കൊരു ഓപ്പറേഷൻ എന്ന് നീ ഭയപ്പെടുന്നു. ഈ രാത്രി കർത്താവ് നിനക്കായി ഒരു അത്ഭുതം ചെയ്യുന്നു. കമോൺ, എത്ര പേർ വിശ്വസിക്കുന്നു? യേശു നിനക്കായി ഒരു അത്ഭുതം ചെയ്യുന്നു. യേശു നിനക്കായി ഒരു അത്ഭുതം ചെയ്യുന്നു. തല മുതൽ പാദം വരെ ഈ ദേശത്ത് അറിയപ്പെടുന്ന ഒരു സഹോദരി യേശുവേ നിനക്കായി ഒരു അത്ഭുതം ചെയ്യുന്നു. സൗഖ്യം വ്യാപരിക്കുകയാണ്, ബലഹീനതകൾ വിട്ടുപോകുകയാണ്. ദൈവത്തിൻ്റെ സൗഖ്യം ഈ ഗ്രൗണ്ടിൽ മുഴുവൻ വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ എവിടെയാണോ രോഗങ്ങൾ, വേദനകൾ, ആ സ്ഥലങ്ങളെ കരങ്ങളെ വെച്ചാട്ടെ. ആ നീരുകൾ മറയുന്നു, ആ നീരുകൾ മറയുന്നു. ആ കെട്ടി നിൽക്കുന്ന ദുർനീരുകൾ, ഗ്രന്ഥികളിലുള്ള വീക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മറയുന്നു. എല്ലാ ക്യാൻസറിന് യേശുവിൻ്റെ നാമത്തിൽ ഈ ശരീരങ്ങളിൽ നിന്ന് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം, സൗഖ്യം. എല്ലാ പ്രോസ്ട്രേറ്റ് സംബന്ധമായ രോഗങ്ങൾ ഈ വ്യക്തിത്വങ്ങളിൽ നിന്ന്, ഈ സഹോദരന്മാരിൽ നിന്ന് മാറിപ്പോകട്ടെ. എല്ലാ ഹിരണ്യ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഡയബറ്റിക്സും അതിൻ്റെ സൈഡ് എഫക്ട്സ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ സൗഖ്യമാകട്ടെ. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുടൽ രോഗങ്ങൾ മറിയട്ടെ, പാരമ്പര്യ രോഗങ്ങൾ വിട്ടുപോകട്ടെ, സ്പോണ്ടിലൈറ്റിസ് രോഗങ്ങൾ മറിയട്ടെ. കുനിഞ്ഞ് നടക്കുന്നവർ ഇന്ന് രാത്രി നിവർന്ന് നടക്കട്ടെ. ശാപമുഖങ്ങളുമായി കുനിഞ്ഞ് നടക്കുന്നവർ അധികാരമുള്ള നാമത്തിൽ ആരുടെ മുമ്പിലും ഒന്നിന്റെ മുൻപിലും കുനിയാതെ നിവർന്ന് നടക്കട്ടെ, നിവർന്ന് നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവിക സൗഖ്യം ഈ ജനത്തിന്മേൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിനായി സ്തോത്രം, സൗഖ്യത്തിനായി സ്തോത്രം, വിടുതലിനായി സ്തോത്രം, സൗഖ്യത്തിനായി സ്തോത്രം, വിടുതലിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ രണ്ട് കരങ്ങളെ മാർവോട് ചേർത്ത് വെച്ചേ, രണ്ട് കരങ്ങളെ മാർവോട് ചേർത്ത് വെച്ചേ. ഞങ്ങളെ ഭയങ്കര വിടുതലാണ്. ഈ വർഷം 2 ബ്രേക്ക് ത്രൂ നിങ്ങൾ കാണാൻ പോവാ. തലമുറയുമായി ബന്ധത്തിൽ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ചില പരിധികൾ പൊട്ടിമാറുകയാണ്. ഇൻ ജീസസ് നെയിം. ഇന്ന് രാത്രി ഇതുപോലെ എനിക്ക് വിവേചിച്ച് നിൽക്കാൻ പറ്റും. കൈ തുറന്നപ്പോൾ ഒഴുകിപ്പോയതുപോലെ ബ്രദർ, കൈ തുറന്നപ്പോൾ ഒഴുകിപ്പോയത് തിരികെ പിടിക്കുന്ന ദിവസങ്ങളാണത്, തിരികെ പിടിക്കുന്ന ദിവസങ്ങളാണത്. എല്ലാവരും കണ്ണടിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ മുമ്പിൽ നേരെയില്ല. യേശുവിൻ്റെ നാമത്തിൽ
Marasenianto Rocobolene Hanta Zeneriandeline Macoriasi Ginalaka Maderianto Biminianto in Masia. Love you, Jesus. Matare Kalanyanglage Snakekino. Matare Kalanyanglage Snakekino. Matare Kalanyanglage Snakekino. Matendina Kalanyanglage Snakekino. Arela Barayo, Matendina Kalanyanglage Snakekino. Matedina Kalanyanglage Snakekino. Upon Bolin the Nesavicho. I'm a bowl of Shaban Parano. ആ ശാപത്തെ ക്യാൻസൽ ചെയ്ത് അനുഗ്രഹം ചുമക്കുന്നവനായി യോശുവ ചുമന്ന പോലെ കാലേബ് ചുമന്നതുപോലെ വാഗ്ദത്തം അവർ ചുമന്നു. വാഗ്ദത്തം അവർ ചുമന്നു. എസ്കോൾ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്ന്. നിനക്കൊരു താഴ്വര ഉണ്ടായിരുന്നല്ലേ? 2018 വരെ നിനക്കൊരു താഴ്വര. പക്ഷെ നിന്റെ തോളിൽ നീ ക്യാൻസർ അല്ല, ആക്സിഡന്റ് അല്ല ചുമക്കുന്നത്. നിന്റെ തോളിൽ നീ വാഗ്ദത്തം ചുമക്കുക. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ ഇന്ന് രാത്രി, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ ഇന്ന് രാത്രി, ദർശനങ്ങൾ, സ്വപ്നത്തിൽ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ. നിങ്ങളുടെ ബെഡ്റൂമിൽ ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ്. നിന്റെ ഭവനത്തിൽ ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ്. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഞാനങ്ങനെ സ്നേഹിക്കുന്നു. ഞാനങ്ങനെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നെങ്കിൽ അവൻ്റെ കൽപ്പന നീ അനുസരിക്കും. സ്നേഹിക്കുന്നെങ്കിൽ അവൻ്റെ കൽപ്പന നീ അനുസരിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് താൻ ഡിസൈൻ ചെയ്ത യോർദാൻ നദിയിലേക്ക് യേശു ഇറങ്ങിയപ്പോൾ സ്നാപക യോഹന്നാൻ യേശുവിനെ വിലക്കി. എന്നാൽ യോഹന്നാനെ നോക്കി യേശു പറഞ്ഞു, പെർമിറ്റഡ് നൗ. ഇപ്പോൾ സമ്മതിക്കുക. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. രാത്രി എല്ലാ കണ്ണുകളും നിർബന്ധമായി അടച്ച ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ സമ്മതിക്കുക. സ്നാനപ്പെടാത്ത എല്ലാവരും ഇപ്പോൾ സമ്മതിക്കുക. സ്നാനപ്പെടാത്ത എല്ലാവരും ഈ കേട്ട അനുഗ്രഹം നീയും നിന്റെ തലമുറയും നീയും നിന്റെ മക്കളും അവരുടെ മക്കളും ചുമക്കുന്നത് കാണുവാൻ ആവർത്തനം 28:1 ഈ പുസ്തകത്തിലെ വചനം അനുസരിക്കണം. ഇപ്പോൾ സമ്മതിക്കുക. കർത്താവ് യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. തീരുമാനിക്കുക. യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. കർത്താവ് യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നവർ ദയവായി നിങ്ങളുടെ വലത് കരങ്ങളെ ഉയർത്തിയാട്ടെ. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയർത്താം അത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ നന്നായി ഉയർത്തിയാട്ടെ. എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയർത്താം അത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ നന്നായി ഉയർത്തിയാട്ടെ. പകുതിയല്ല, തലയ്ക്ക് മുകളിൽ ലജ്ജിക്കാതെ കൈകൾ ഉയർത്തിയാട്ടെ. യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും എന്ന് പറയുന്നവരുടെ കരങ്ങൾ ഉയരട്ടെ. യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും എന്ന് പറയുന്ന ഈ ഗ്രൗണ്ടിൽ എവിടെ നിന്നാലും ആ കൈകളെ നന്നായി ഉയർത്തിയാട്ടെ. Maybe you are watching on online, wherever you are, this is the time to make your own decision. Raise your hands and open your heart, and the Lord will transform your life and He will bless you indeed. Thy mighty hand will be with you. Oh, and you are going to walk and talk and work as a symbol of blessing in this generation. ഈ തലമുറയുടെ അനുഗ്രഹത്തിന് അടയാളമായി ദൈവം നിന്നെ നിർത്തിയും നടത്തിയും ചെയ്യട്ടെ. കരങ്ങളെ ഉയർത്തിയാട്ടെ. വിശ്വസ്ത കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെയും അവരുടെ തീരുമാനങ്ങളെ യേശുവിൻ്റെ രക്തത്തിന് മറവിൽ അവിടെ നിന്ന് മറച്ചാട്ടെ. അനുഗ്രഹമാക്കും, ആശീർവദിക്കും, മഹത്വത്തിന് അടയാളമായി നിർത്തും. അങ്ങയുടെ കൃപയിൽ സൂക്ഷിക്കും, ബലപ്പെടുത്തും. വേഗത്തിൽ അങ്ങയുടെ കൽപ്പന അനുസരിപ്പാൻ കൃപ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരും അമ്മയും പറഞ്ഞാട്ടെ. കുഞ്ഞുങ്ങളാകട്ടെ, മുതിർന്നവരാകട്ടെ, നിങ്ങളുടെ പാസ്റ്റേഴ്സിനോട്, നിങ്ങളുടെ പാരൻസിനോട് സ്തോത്രം പറയുക. ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ ധാരാളം ദൈവദാസന്മാർ നിൽപ്പുണ്ട്. അവരെ അപ്രോച്ച് ചെയ്യുക. പാസ്റ്റർ, ഞാൻ എനിക്ക് സ്നാനപ്പെടണം. പൈസ കൊടുക്കണ്ട, അവർ ഫ്രീ ആയി നിങ്ങളെ സ്നാനപ്പെടുത്തും. സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ പോയി സ്നാനപ്പെടുത്തിയത് ജോസിഫസ് പറയുന്നു. അന്ന് യെരൂശലേം ദേവാലയത്തിലുള്ള പുരോഹിതന്മാർ പൈസ മേടിക്കുമായിരുന്നു. സ്തോത്രം. പൈസ മേടിക്കുമായിരുന്നു സ്നാനപ്പെടുത്താൻ. സ്തോത്രം. പക്ഷേ
ഇവിടുത്തെ ദേവദാസന്മാർ പൈസ മേടിക്കത്തില്ല. അതുകൊണ്ട് പ്ലീസ് ഫ്രീ ആയി അവരുടെ അടുക്കലേക്ക് പോയി സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിച്ചവർ അവരെ അപ്രോച്ച് ചെയ്താട്ടെ. മറക്കരുത്, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ശാപങ്ങളെ അനുഗ്രഹമാക്കാൻ കർത്താവ് പ്രത്യക്ഷനായി. നാം ശപിക്കപ്പെട്ടവരല്ല, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഒന്ന് കേൾക്കട്ടെ, നിങ്ങൾ എന്തുവാ ഒന്ന് വോളിയം കൂട്ടി പറ. നിങ്ങൾ എന്താ ചുമന്ന് നടക്കുന്നത്? ഇനി ആരെങ്കിലും എന്നെ ശാപം പറഞ്ഞാണ് സ്തോത്രം, അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ തിരിച്ച അനുഗ്രഹമേ പറയത്തുള്ളൂ. നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യം മാത്രമേ മറക്കരുത്. ഫെബ്രുവരി മാസം 14, 15, 16 ഇവിടെ ഏത് ഗ്രൗണ്ടാ? ക്രൗൺ ഓഡിറ്റോറിയം. ആ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്രൗൺ രാജാവിനുള്ളതാണ്. സ്തോത്രം. മറ്റാരെയും കൂട്ടിക്കൊണ്ട് ബാക്കി എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധികൾ കടന്നു വന്നതാണ്. കർത്താവ് സഹായിക്കട്ടെ. ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിക്കുക. ഞാൻ ഒത്തിരി സ്തോത്രം വർക്ക് ചെയ്യുന്ന ദിവസങ്ങളാണിത്. തിങ്കൾ ചൊവ്വ സെക്കൻഡറാബാദാണ്. സ്തോത്രം. അതെ, വ്യാഴം വെള്ളി ശനി മഹാരാഷ്ട്രയാണ്. അടുത്ത തിങ്കൾ ചൊവ്വ ബുധൻ ഗുജറാത്തിലാണ്. പിന്നെ സ്തോത്രം ആന്ധ്രാപ്രദേശാണ്. ടോട്ടലി ട്രാവൽ ചെയ്യുന്ന ദിവസങ്ങളാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നത്. ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥിച്ച ശേഷം മാത്രം